80:20 കോടതി വിധിയെ തുടർന്ന് ന്യൂനപക്ഷ സ്കോളർഷിപ്പിന്റെ വിതരണത്തിലെ നീതികേടിനെ കുറിച്ചുള്ള ചർച്ചകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനിടയിൽ ഈ വിഷയത്തിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് ഭിന്നാഭിപ്രായമുണ്ടെന്നും ചില പ്രമുഖ മാധ്യമങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രചരിപ്പിക്കുന്നുമുണ്ട്. കേരളത്തിലെ വിവിധ ക്രൈസ്തവ സമൂഹങ്ങൾ എങ്ങനെയാണ് 80:20 കോടതി വിധിയെ നോക്കിക്കാണുന്നത്? ഈ വിഷയത്തിൽ എന്തൊക്കെ പ്രതീക്ഷകളും ആശയങ്ങളും ആശങ്കകളുമാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് കേരളത്തിലെ പൊതുസമൂഹത്തോട് പങ്കുവെക്കാനുള്ളത്? ഈ വിഷയമാണ് ഇന്ന് ഷെക്കൈന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ വിവിധ സമൂഹങ്ങളെ പ്രതിനിധീകരിച്ചുള്ള അതിഥികൾ നമ്മോടൊപ്പം ചേരുന്നു. സീറോ മലബാർ സഭ സ്പോക്സ് പേഴ്സൺ ഡോക്ടർ ചാക്കോ കളാമ്പറമ്പിൽ, KLCA ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ്, യുണൈറ്റഡ് ക്രിസ്ത്യൻ പ്രേ ഫോർ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഫാദർ ഡോക്ടർ ജോൺസൺ തേക്കടിയിൽ, 80:20 വിഷയം ജനശ്രദ്ധയിൽ ചർച്ചയാക്കി മാറ്റിയ ശ്രീ അമൽ ശ്രീയക് ജോസ്, നോൺ എപ്പിസ്കോപ്പൽ സഭാ സമൂഹങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ ബാലസുബ്രഹ്മണ്യൻ, KCC ജനറൽ സെക്രട്ടറി ശ്രീ പ്രകാശ് പി തോമസ്. എല്ലാവർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ഈ ചർച്ച ആരംഭിക്കുന്നത് ഡോക്ടർ ചാക്കോ കളാമ്പറമ്പിലാണ്. ഡോക്ടർ ചാക്കോ കളാമ്പറമ്പിൽ, കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ ഈ വിഷയത്തിൽ ഒരു ഭിന്നതയുണ്ട് എന്ന് പറഞ്ഞൊരു വാർത്താ പ്രചരണം ദൃശ്യമാധ്യമങ്ങളിലും ചില പത്രമാധ്യമങ്ങളും ഒക്കെ ഈ ദിവസത്തിൽ ഉയർത്തി കാട്ടുന്നുണ്ട്. ശരിക്കും എത്രത്തോളം വസ്തുതയുണ്ട് ഈ ഒരു ആരോപണത്തിൽ? എങ്ങനെയാണ് ഈ വിധിയെ തുടർന്നുള്ള ഇത്തരത്തിലുള്ള ചർച്ചകളെയും പ്രചരണങ്ങളെയും നോക്കിക്കാണുന്നത്? ഡോക്ടർ ചാക്കോ കളാമ്പറമ്പിൽ. ഇവിടെ ക്രൈസ്തവ സമൂഹങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ട് എന്നുള്ള ഒരു പ്രചരണം നിതിൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ അയച്ചുവിടാൻ ചില തൽപര കക്ഷികൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ 1992 മൈനോറിറ്റി ആക്ടില് എല്ലാ മൈനോറിറ്റി വിഭാഗങ്ങൾക്കും ആവശ്യമായിട്ടുള്ള സർവ്വതോന്മുഖമായിട്ടുള്ള വികസനത്തിന് ആവശ്യമായിട്ടുള്ള പരിപാടികൾ നടപ്പിലാക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിന് അനർഹമായിട്ടുള്ള വിഹിതം ലഭിക്കാൻ ഇടയാകരുതെന്ന് അതിൽ തന്നെ പറയുന്നുണ്ട്. 2014 സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ മൈനോറിറ്റി ആക്ടിലും ജനസംഖ്യ ആനുപാതികമായിട്ട് വേണം ഈ മൈനോറിറ്റി വകുപ്പിന്റെ കീഴിലുള്ള ക്ഷേമനിധികളെ വിഭജിക്കാനെന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് സംവിധാനങ്ങളും മൈനോറിറ്റി ആക്ടിന്റെ സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ആക്ടുകളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു നിയമ സംവിധാനം, ഒരു നിയമനിർമ്മാണം എന്ന പേരിൽ ഓർഡറുകളായി വന്നപ്പോ നിയമനിർമ്മാണ സഭയ്ക്ക് പറ്റുന്ന തെറ്റുകളെ തിരുത്താനുള്ള തിരുത്ത ശക്തിയായ ജുഡീഷ്യറി അതിനെ കൃത്യമായി തിരുത്തി അതങ്ങനെയല്ല, ഈ വിധിയത്തിലാണ് നടപ്പാക്കേണ്ടത് എന്നുള്ളൊരു വിധിയാണ് 80:20 കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് വളരെ ആശാസ്യമായിട്ടുള്ള, അതേസമയത്ത് സമൂഹത്തിൽ നീതി നടപ്പാക്കുന്ന ഒരു വിധി തന്നെയാണ്. ആ വിധിയെ എല്ലാ വിഭാഗം ആളുകളും മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കേണ്ടതും അത് ഗവൺമെന്റ് അടക്കം അതിനുള്ള ശ്രദ്ധ അതിൽ ചെലുത്തേണ്ടതുമാണ്. അതോടൊപ്പം തന്നെ ക്രൈസ്തവ വിഭാഗങ്ങള് ആ തരത്തിൽ അതിനെ കാണുകയും ആ വിധിയെ സ്വാഗതം ചെയ്യുകയും ചെയ്തതായിട്ടാണ് നമ്മൾ എല്ലാ ഭാഗത്തു നിന്നും കണ്ടത്. ഈ ജനസംഖ്യാനുപാതത്തിൽ വിധിക്കണമെന്ന് അല്ലാതെ പറയുന്ന ഒരു സമൂഹത്തെ പോലും നമുക്ക് ഇവിടെ കാണാൻ കഴിയില്ല. മറിച്ചുള്ള പ്രചരണങ്ങളൊക്കെ അത്തരത്തിൽ അടിസ്ഥാനരഹിതമാണെന്നാണ് എന്റെ ഇതിനെക്കുറിച്ചുള്ള വ്യക്തിപരമായ അഭിപ്രായം. ശരി, ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ്, ഇവിടെ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ KLCA ലത്തീൻ സഭയുടേതായ ചില പ്രതികരണങ്ങൾ, ചില പ്രതികരണ കുറിപ്പുകളൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ശരിക്കും എങ്ങനെയാണ് കേരളത്തിലെ ലത്തീൻ സഭാ സമൂഹം ഈ വിഷയത്തെ, ഈ ഒരു കോടതി വിധിയെ എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? കേരളത്തിലെ ലത്തീൻ സമൂഹത്തിന്റെ ചർച്ചകളിലെല്ലാം ഉണ്ടായത് തത്വത്തിൽ ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നു എന്നത് തന്നെയാണ്. 80:20 എന്ന അനുപാതത്തിൽ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളെ വിതരണം ചെയ്യുന്നത് ശരിയല്ല, ഭരണഘടനയുടെ തുല്യത എന്ന തത്വത്തിനെതിരാണ് എന്ന് തന്നെയാണ് നിലപാട്. പക്ഷെ അതേസമയം ഏതെങ്കിലും പ്രത്യേക വിഭാഗങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ആനുകൂല്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഇതിന്റെ പേരിൽ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഒരു അവസര നഷ്ടമായി കണക്കാക്കേണ്ടി വരും എന്ന നിലപാടുമുണ്ട്. ഒന്നുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ, ഒരു ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളുടെ ഭാഗമായിട്ട് നൽകുന്ന കാര്യവും ഏതെങ്കിലും കമ്മീഷൻ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അതത് പിന്നാക്ക വിഭാഗങ്ങൾക്ക് നൽകുന്ന ക്ഷേമ പദ്ധതികളുടെ ഭാഗവും രണ്ടും രണ്ടായിട്ട് കാണണം. ആ കാര്യത്തിൽ ഒരു വ്യക്തത കൂടി ഉണ്ടാകണം എന്നും അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഓക്കെ, അതായത് പൊതുവെ ഈ വിധിയെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു, പക്ഷെ ഇതിലുള്ള ചില ആശങ്കകൾ നമ്മൾ പങ്കുവെക്കുകയാണ്, അല്ലെ? അതാണ് അങ്ങയുടെ നിലപാട്. അതിൽ ആശങ്കയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഈ വിധിയുടെ തന്നെ പാരഗ്രാഫ് 31-ലും 32-ലൊക്കെ പറയുന്നുണ്ട്. അതായത് ഈ ഏതെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് ഉത്തരവുകൾ വഴി, ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് വിവക്ഷിക്കാവുന്നത് പാലൊള്ളി കമ്മീഷന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഉത്തരവ് വഴി മുസ്ലിം സമുദായത്തിന് എന്തെങ്കിലും പ്രത്യേകത കൊടുക്കുകയാണെങ്കിൽ തന്നെ ഉത്തരവ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത്തരം അഡ്മിനിസ്ട്രേറ്റീവ് ഉത്തരവുകളിലൂടെ
ഇത് മറ്റേ ന്യൂനപക്ഷ ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ എനിക്ക് മുമ്പ് സംസാരിച്ച ഡോക്ടർ ചാക്കോ സാർ പറഞ്ഞതുപോലെ 2014 നിയമങ്ങൾക്ക് അപ്പുറം പോകുന്ന യാതൊന്നും വന്നുകൂടാ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ JB കോശി കമ്മീഷനിലൂടെ കണ്ടെത്തലുകൾ വരുമ്പോൾ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് എന്തെങ്കിലും പിന്നാക്കാവസ്ഥ ഉണ്ട് എന്ന് കണ്ടെത്തൽ വന്നാലും അത് പ്രകാരം പ്രത്യേക ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ ഈ ഒരു പരാമർശം തടസ്സമാകരുത് എന്നുകൂടി ആശങ്കകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ പറയുന്നുണ്ട്. തീർച്ചയായും നമുക്ക് അതിൽ വ്യക്തത വരുത്താം. ശ്രീ അമൽ സിദ്ദീഖ് ജോസ്, ഈ വിഷയങ്ങളൊക്കെ കേരളത്തെ ചർച്ചയാക്കി മാറ്റിയ, അതിനുവേണ്ടി ധാരാളം പ്രയത്നങ്ങൾ നടത്തിയ വ്യക്തിയാണ് അമൽ. ഇവിടെ ഈ അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണല്ലോ. ശരിക്കും നിലവിൽ ഈ ഒരു വിധി നടപ്പാക്കുമ്പോൾ നിലവിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന സഭാ സമൂഹങ്ങൾക്കൊക്കെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുമോ? ലഭിക്കുന്ന ഏതെങ്കിലും ആനുകൂല്യങ്ങൾ കുറയുമോ? അങ്ങനെ ഒരു ആശങ്കയ്ക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? എങ്ങനെയാണ് അങ്ങനെ നോക്കിക്കാണുന്നത്? ശരിക്കും കേരളത്തിലെ സഭാ സമൂഹങ്ങളെല്ലാം തന്നെ ഈ വിധിയെ സ്വാഗതം ചെയ്തു. 80:20, അതായത് 80% മുസ്ലിം വിഭാഗത്തിനും 20% മറ്റ് മതന്യൂനപക്ഷങ്ങൾ എന്ന അനുപാതമാണ് കോടതി റദ്ദാക്കിയിരിക്കുന്നത്. ഈ 20% മറ്റ് മതന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ക്രിസ്ത്യൻ, സിഖ്, ജൈന, ബുദ്ധ, പാഴ്സി വിഭാഗങ്ങളാണ് ആ 20%-ത്തിലെ മറ്റു വിഭാഗങ്ങൾ എന്ന ഗണത്തിലേക്ക് വരുന്നത്. 80:20 എന്ന ശതമാനം വ്യക്തമാക്കാനായിട്ട് ഞാനൊന്ന് ആവർത്തിക്കുകയായിരുന്നു. ഈ വിധി വരുന്നതോട് ഒപ്പം കൂടി ഏതെങ്കിലും സമൂഹത്തിന് എന്തെങ്കിലും നഷ്ടപ്പെടുവോ എന്നുള്ള ആശങ്കകളിൽ ഉത്തരം നീതിപൂർവമായ ഒരു പ്രതികരണമാണ് കോടതി നടത്തിയിരിക്കുന്നത്. ആ കോടതി നടത്തിയിരിക്കുന്ന നീതിപൂർവമായ ആ ഒരു നടപടി എല്ലാവരും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു സമൂഹത്തിനെ പ്രത്യേകമായി പരിഗണിക്കണമെങ്കിൽ ആ പ്രത്യേക പരിഗണന നൽകുക തന്നെ ചെയ്യണം. അത് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. പിന്നോക്ക വികസന കോർപ്പറേഷൻ, മുന്നോക്ക വികസന കോർപ്പറേഷൻ, മറ്റ് ക്ഷേമ കോർപ്പറേഷനുകളുണ്ട്, അല്ലെങ്കിൽ ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ നമ്മൾ ഒരു പിന്നോക്ക വിഭാഗത്തിൻ്റെ പരിഗണന സംവരണത്തിലൂടെ ഒക്കെ നമ്മൾ OBC എന്ന രീതിയിലേക്കൊക്കെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ പിന്നോക്കം എന്നൊരു ടേം, അതായത് ഇപ്പം പാലോളി കമ്മീഷൻ പ്രകാരമാകട്ടെ, JB കോശി കമ്മീഷൻ പ്രകാരമാകട്ടെ, ഒരു സമൂഹം പിന്നോക്കമാണെന്ന് കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കൃത്യമായ സമൂഹത്തിന് വേണ്ട ക്ഷേമ പദ്ധതികൾ സർക്കാർ വിവിധ വകുപ്പുകളിലൂടെ തന്നെ അത് അനുവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അതിപ്പം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് വഴി അങ്ങനെയുള്ള ഒരു പ്രത്യേകമായ ക്ഷേമം ആ സമൂഹത്തിന് നൽകാൻ സാധിക്കുമെങ്കിൽ അത് സ്വാഗതാർഹമാണ്. അത് ആ നിയമത്തിൻ്റെ ഉള്ളിൽ വെച്ച് ചെയ്യാൻ സാധിക്കുമെങ്കിൽ സ്വാഗതാർഹം തന്നെയാണ്. തീർച്ചയായിട്ടും അതിനെ എല്ലാവരും തന്നെ സ്വാഗതം ചെയ്യുന്നു. ആരും അനർഹമായിട്ട് എടുക്കണമെന്നോ ആരും നീതിപൂർവ്വം അല്ലാതെ എടുക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ നേടിക്കൊടുക്കണമെന്നോ ഒന്നും നമുക്ക് വിവക്ഷിക്കാൻ പറ്റത്തില്ല. ഒരു കാര്യം അത് അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ന്യൂനപക്ഷ തത്വങ്ങൾക്ക് അതെതിരാവും. ന്യൂനപക്ഷ തത്വങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ ഭാവിയിൽ അപകടത്തിലേക്ക് പോകും. ക്രൈസ്തവ സമൂഹത്തിൻ്റെ കാര്യമെടുത്ത് പറയുകയാണെങ്കിൽ ഏകദേശം സ്വാതന്ത്ര്യ സമയത്തിൽ ഏകദേശം 23% 24% അടുത്തുണ്ടായിരുന്ന ക്രൈസ്തവ സമൂഹം ഈ 2018 സെൻസസിൽ 18% ആയിരിക്കുകയാണ്. 2018 ജനന നിരക്കിൽ, ക്രിസ്ത്യൻ ജനനിരക്കിൽ വെറും 14% മാത്രമേ ഉള്ളൂ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം. ആ നിലയിൽ ന്യൂനപക്ഷമായി, മൈക്രോ മൈനോറിറ്റിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ന്യൂനപക്ഷ സമൂഹത്തെ സംരക്ഷിക്കേണ്ടത് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. ആ സമൂഹത്തിന് അർഹമായ ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ ഇനിയെങ്കിലും നേടിക്കൊടുത്തില്ലെങ്കിൽ, സർക്കാർ നേടി തന്നില്ലെങ്കിൽ ഭാവിയിൽ ന്യൂനപക്ഷ തത്വങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ള നിയമനിർമ്മാണങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ തന്നെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഒരു കാര്യങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ഈ ന്യൂനപക്ഷത്തിന്റെ നിലനിൽപ്പ് അപകടത്തിലാവുന്നുള്ളത് ഒരു സത്യമാണ്. നമുക്ക് ഷെറിയുടെ ചോദ്യത്തിന് ഉത്തരം, അഡ്വക്കേറ്റ് ഷെറി പറഞ്ഞ ചോദ്യത്തിന് പെട്ടെന്ന് ഉത്തരം പറയൂ. തീർച്ചയായിട്ടും സംരക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം. ഇതിന് ശേഷം എന്തെങ്കിലും കുറവുകൾ, ഈ ആനുകൂല്യങ്ങൾക്ക് കുറവ് വരുമോ എന്നൊരു ആശങ്ക, അത് സ്വാഭാവികമാണല്ലോ. അതിനെന്താണ് മറുപടി? തീർച്ചയായിട്ടും അത് നീതിപൂർവ്വം നടപ്പിലാക്കുക, അനധികൃതമായിട്ടല്ല. സർക്കാരും കോടതിയും നീതിപൂർവമായിട്ട് തന്നെ ഇത്തരത്തിലുള്ള പദ്ധതികൾ വകുപ്പുകളിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കുക എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. ശരി, ഞാൻ തിരിച്ചു വരാം. ശരി ബാലസുബ്രഹ്മണ്യം, അങ്ങ് ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ വിധിയെ അങ്ങയുടെ സമൂഹം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായും ഈ സമൂഹത്തിൽ നിന്ന് നിലനിൽക്കുന്ന ഒരു അനീതിക്കെതിരെ ശബ്ദിക്കുവാനും ആ ശബ്ദം ഒരു സുതാര്യമായ പത്രത്തിലേക്ക് കൊണ്ടുവരുവാനും ഈ ഷെക്കേന ടെലിവിഷൻ നടത്തിയ അഭൂതപൂർവമായിരിക്കുന്ന ഈ പ്രയത്നത്തെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുക. അസംഘടിത ക്രൈസ്തവ സമൂഹം നിലനിൽക്കുന്നത് നാം ഇന്ന് ചിന്തിക്കുന്നത് പോലെ തന്നെ ഇതുപോലുള്ള ഏതെങ്കിലും അന്യായമായ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ അതിനെതിരെ റോഡിലോ അല്ലെങ്കിൽ മന്ത്രിമന്ദിരങ്ങളിലേക്കോ മറ്റ് പൊതുവായ ഏതെങ്കിലും ഇടത്തിലേക്ക് ഗവൺമെന്റുകളെ സ്വാധീനിക്കാനും ശ്രമിക്കാതെ അവര് തികച്ചും ആത്മീയത മാത്രം കണ്ടുകൊണ്ടും ആത്മീയത മാത്രം നിലനിർത്തിക്കൊണ്ടും
തങ്ങളുടെ ജീവിതത്തെ സഹനത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കണം എന്നുള്ള ഒരു പ്രതികരണ ചിന്ത പോലും ഇല്ലാതെ ജീവിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അവരുടെ അവകാശങ്ങൾ ചോദിക്കുന്നതിനോ അത് ഞങ്ങളുടെ ഒരു നഷ്ടമാണ് എന്ന് ചിന്തിക്കുന്നതിനോ പോലും കഴിവില്ലാത്ത ഒരു സമൂഹമാണ് ഈ അസംഘടിത ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത്. തീർച്ചയായും ഇവരുടെ ശബ്ദമായി ചില സ്ഥലങ്ങളിലെല്ലാം മാറുവാൻ കോടതിക്ക് കഴിയുന്നുണ്ട്. നമ്മുടെ ഭരണകൂടത്തിനും അതിന് കഴിയണം എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിലവിൽ അത്തരത്തിലുള്ള അവബോധം ആ സമൂഹങ്ങളുടെ ഇടയില്ല. പക്ഷേ ഇത്തരം വിധി വരുമ്പോൾ കോടതിയുടെ ഒരു സപ്പോർട്ട് ഈ സമൂഹങ്ങൾക്കെല്ലാം ലഭിക്കുമ്പോൾ അത് അവർക്ക് വലിയ സന്തോഷത്തിനുള്ള ഒരു കാരണം കൂടിയാണ്. തീർച്ചയായും അത് ആ സമൂഹത്തെ ഈ ഗവൺമെന്റ് ശ്രദ്ധിക്കുന്നു. അവരെ വളർത്തിക്കൊണ്ടുവരുവാൻ, അവരെ ഉന്നമനത്തിലേക്ക് നയിക്കുവാൻ ഈ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ള വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യം കൂടെയാണ് ഗവൺമെന്റ് ഇതിൽ കൂടെ ഈ സമൂഹത്തിന് നൽകുന്നത്. ശരി, തീർച്ചയായും. അഡ്വക്കേറ്റ് പ്രകാശ് പി തോമസ്, അങ്ങ് ഈ വിഷയങ്ങളിൽ ചാനൽ ചർച്ചകളിലൊക്കെ വളരെ സജീവമായി ഇടപെടൽ നടത്തുകയും ഈ വിഷയങ്ങളിൽ ധാരാളം ലേഖനങ്ങളിലൂടെയും എഴുത്തിലൂടെയും വാക്കുകളിലൂടെയും ഒക്കെ ഇടപെടുകയും ചെയ്ത വ്യക്തി കൂടിയാണല്ലോ. ഈ കോടതി വിധി നൽകുന്ന സന്ദേശം എന്താണ്? അങ്ങ് എന്താണ് ഈ കോടതി വിധിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒരു ക്രസ്റ്റ് ആയിട്ട് അങ്ങ് ഉൾക്കൊള്ളുന്ന ആശയം അതെന്താണ്? കോടതി വിധി നൽകുന്ന സന്ദേശം പ്രധാനമായും അനീതി ഇനിയുള്ള കാലത്ത് വെച്ചു പൊറുപ്പിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. കോടതി ഇടപെടാൻ തയ്യാറായത് തന്നെ ഇന്ത്യൻ ഭരണഘടനയും കാലാകാലങ്ങളിലുള്ള നിയമങ്ങളും ഇവിടുത്തെ ന്യൂനപക്ഷ സമൂഹങ്ങൾക്ക്, പിന്നോക്ക സമൂഹങ്ങൾക്ക് നൽകിയിട്ടുള്ള നീതി അത് ഏത് ഉത്തരവിലൂടെ മറച്ചു വെക്കുവാൻ, ഏത് ലോബിയിങ് നടത്തിയാലും അതിനെതിരായിട്ടൊരു മോചനം ഉണ്ടാകും എന്ന മഹത്തരമായ ഒരു സന്ദേശമാണ്. നേരത്തെ ഇവിടെ നടന്ന ചർച്ചകളുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ തന്നെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം അതിനിടയിൽ തന്നെ വിള്ളലുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായ ശ്രമം മറ്റു പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അവർ സ്വന്തമായി പ്രചരണം നടത്തുന്നു. പിന്നെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ബ്രെയിൻ ഡ്രെയിൻ എന്നൊക്കെ. അതുപോലെ ബ്രെയിൻ പർച്ചേസ് നടത്തിക്കൊണ്ട് ഏത് രീതിയിലാണോ അവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്നത് അങ്ങനെ ലഭിക്കുന്നവരെ കൊണ്ട് ചില പ്രസ്താവനകൾ നടത്തുകയും ഞങ്ങൾ ക്രൈസ്തവ സമൂഹത്തിൽ വ്യത്യസ്തരായി നിൽക്കുന്നു, ഞങ്ങൾക്ക് ഈ സംവരണത്തിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ക്രൈസ്തവ സമൂഹത്തിന് നീതി ലഭിക്കേണ്ട എന്ന് ഈ കൂട്ടത്തിൽ നിന്ന് തന്നെ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ രീതിയിലുള്ള ക്യാമ്പയിനിലൂടെ അവരെ ശ്രമിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ട് എന്ന് വരുത്തി തീർക്കാനായിട്ടാണ്. എന്നാൽ നമുക്കൊരു സത്യാവസ്ഥ അറിയാം. ക്രൈസ്തവ സമൂഹം അത് കേരളത്തിൽ എന്ന് ക്രൈസ്തവ സമൂഹത്തിന് സ്ഥാപനങ്ങൾ ഉണ്ടായോ അക്കാലം മുതൽ തന്നെ ആരിത് തുടങ്ങുന്നു എന്നതിനേക്കാൾ പൊതുസമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് ക്രൈസ്തവ സ്ഥാപനങ്ങൾ എന്നും നിലനിന്നിട്ടുള്ളത്. നമുക്കറിയാം ഈ സ്ഥാപനങ്ങളാണ് കേരളത്തിലെ സാമൂഹിക നവോത്ഥാനത്തിന് തന്നെ കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരുന്ന 20%, എല്ലാ ന്യൂനപക്ഷങ്ങൾ കൂടെ ലഭിച്ചുകൊണ്ടിരുന്ന 20%, ക്രൈസ്തവ സമൂഹത്തിന് തന്നെ 40-ലധികം ലഭിക്കുമ്പോൾ കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ ശക്തമായ നിലപാട്, അതിൽ തന്നെ ക്രൈസ്തവ സമൂഹത്തിലെ ചില വീക്കർ സെക്ഷൻസ് ഉണ്ട്. ദളിത് ക്രൈസ്തവര്, അതോടൊപ്പം തന്നെ ലാറ്റിൻ ക്രിസ്ത്യൻസ്, അങ്ങനെയുള്ളവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും, എന്നാൽ അതേസമയം നാം മനസ്സിലാക്കേണ്ട മറ്റൊരു സത്യമുണ്ട്. ഈ സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ മുഴുവൻ ഇവിടുത്തെ ബ്രാഹ്മണർ കൺവേർട്ടായി വന്നതാണെന്ന് ആരും വിശ്വസിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അവരുടെ കൂട്ടത്തിൽ രണ്ടറ്റം മുട്ടിക്കുവാൻ നിവൃത്തിയില്ലാത്ത അനേകം ആൾക്കാരുണ്ടെന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്തവർ, ചികിത്സിക്കുവാൻ പോലും നിവൃത്തിയില്ലാത്തവർ, അങ്ങനെയുള്ള ഒരു ബഹുഭൂരിപക്ഷമുണ്ട്. അപ്രകാരം സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്നവരെ അക്കൂട്ടത്തിൽ നിന്നും കണ്ടെത്തിക്കൊണ്ട് മൊത്തത്തിലുള്ള ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരു ലക്ഷ്യമായിരിക്കണം ക്രൈസ്തവ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് കൂടുതൽ വീക്കറായിട്ടുള്ള കമ്മ്യൂണിറ്റീസ് അവർക്ക് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നും നഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുക ക്രൈസ്തവ ദൗത്യത്തിന്റെ ഭാഗമാണ്. എന്നാൽ ഇത് നമ്മൾ പറയുമ്പോൾ അതേസമയം മനസ്സിലാക്കേണ്ട മറ്റൊരു സത്യമുണ്ട്. ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരു കഥയാണ്. കുട്ടനെയും മുട്ടനെയൂടെ കൂട്ടിയിടിപ്പിച്ചിട്ട് ചെന്നായ അതിൽ നിന്നും രക്തം കുടിക്കുവാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളത്. അപ്രകാരമാണ് ക്രൈസ്തവ സമൂഹത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് വരുത്തിയുള്ള അവരുടെ ശ്രമം. അതേസമയം മറ്റൊന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ക്രൈസ്തവ സമൂഹത്തിൽ മാത്രമല്ല, എല്ലാ സമൂഹങ്ങളിലും ഉന്നത കുലരും അതോടൊപ്പം തന്നെ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്നവർ, ഉന്നത കുലം എന്നതൊക്കെ ഞാൻ
പിൻവലിക്കുകയാണ്. കാരണം തീർച്ചയായും. കുലമെല്ലാം കണക്കാണ്. അതെ സാഹചര്യങ്ങൾ കൊണ്ട് ചിലർ മുന്നോക്കം എന്ന് പറയുന്നത് അതെ മാത്രം. അത്രമാത്രം. അത് മനസ്സിലാക്കിക്കൊണ്ട് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് പോലെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ തന്നെ തങ്ങൾ, അതോടൊപ്പം തന്നെ അറബി, മാപ്പിള അതെ. ഇത് മുന്നോക്കമാണെന്ന് സച്ചാർ കമ്മീഷൻ തന്നെ പറയുന്നുണ്ട്. അതെ. അവിടെയും ആനുകൂല്യം ലഭിക്കേണ്ടത് അവിടുത്തെ പിന്നോക്കക്കാർക്കാണ്. ശരി, രണ്ട് എന്നാൽ വിഭാഗങ്ങൾ. ഇത്രയും കാലം സംവരണം ഉണ്ടായിട്ടും ഒരു സമൂഹത്തിന് ഉയർച്ച ഉണ്ടായില്ലെങ്കിൽ അതിന്റെ കാരണം ലഭിച്ചത് മുഴുവൻ അതിലെ മുന്നോക്കക്കാരെടുത്തു എന്നുള്ളതാണ്. തീർച്ചയായും. അവിടെയും പിന്നോക്കക്കാർക്ക് വേണ്ടി ശബ്ദം ഉയർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. എവിടെയും Yes. പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്നവർ അതെ. അവരെ ഉയർത്തിക്കൊണ്ടുവരിക ക്രൈസ്തവരുടെ പൊതുവായ ദർശനമായിരിക്കും. വളരെ വളരെ ശ്രദ്ധേയമായ നിരീക്ഷണം. അതായത് ഏത് മതസ്ഥരാണെങ്കിലും അവരുടെ ഉള്ളിലുള്ള, അവരുടെ ഇടയിലുള്ള പിന്നോക്ക നിൽക്കുന്ന സമൂഹങ്ങളെ മുമ്പോട്ട് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം ആ സമൂഹങ്ങൾക്കുണ്ട് എന്ന ഒരു പാഠം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം തന്നെയാണ്. ഫാദർ ജോൺസൺ തെക്കേടിൽ, അങ്ങ് ഈ വിഷയത്തെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണല്ലോ. ശരിക്കും എന്താണ് ഈ ന്യൂനപക്ഷ എന്ന ഒരു ഡെഫിനിഷനിൽ പോലും എനിക്ക് പക്ഷേ ചർച്ചകൾ സജീവമാകേണ്ട സമയമാണെന്ന് തോന്നുന്നു. എങ്ങനെയാണ് ഇതിന്റെ ഒരു ചരിത്രം, അല്ലെങ്കിൽ ഈ സംവരണം, ഈ ചരിത്രം എങ്ങനെയാണ്? ഏതെങ്കിലും സമൂഹങ്ങൾ ഈ സംവരണത്തിന്റെ ഈ പട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടോ, അല്ലെങ്കിൽ അവർ അതിനകത്ത് ആഡ് ചെയ്യപ്പെട്ടോ? ശരിക്കും ഇതിനൊരു പശ്ചാത്തലം എന്താണ്? ഇതിന്റെ ഒരു സാമൂഹിക രാഷ്ട്രീയപരമായ പശ്ചാത്തലം എന്താണ്? ഞാൻ ആദ്യമേ പ്രിയപ്പെട്ട അമലിനെയും അതുപോലെ അഡ്വക്കേറ്റ് ജസ്റ്റിനെയും വളരെയധികം ശ്ലാഘിക്കുകയാണ്. കേരളത്തിലുള്ള എല്ലാ ക്രൈസ്തവ സഭകളുടെയും നാമധേയത്തില് അവർ ചെയ്ത ഈ വലിയ ഉദ്യമത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുകയും അവരുടെ പ്രവർത്തനങ്ങളെ തുടർന്നും ദൈവം മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഷെക്കീന TV ഈ വിഷയത്തിൽ നിരന്തരമായി ഇടപെടുകയും പൊതുസമൂഹത്തിൽ ഇതിനെക്കുറിച്ച് ഒരു ധാരണ പരത്തുവാൻ വേണ്ടി കാണിക്കുകയും ചെയ്യുന്ന എല്ലാ ഉദ്യമങ്ങളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും ചെയ്തു. 1990 ഒരു ഗസറ്റഡ് പരസ്യം നമ്മുടെ സർക്കാർ നടത്തുകയുണ്ടായി. ഒരു ജിയോ അവർ പുറപ്പെടുവിച്ചിരുന്നു. അതിന്റെ കോപ്പികളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. അന്ന് ഇതിനു വേണ്ടിയിട്ട് അന്ന് ഇറക്കിയിരുന്ന ഈ ലിസ്റ്റില് ഈ കൺവേർട്ടഡ് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ ജിയോ പുറപ്പെടുവിച്ചത്. അതിനകത്ത് ഈഴവ വിഭാഗത്തിൽ നിന്ന് വന്നവരുണ്ടായിരുന്നു, നാടാർ വിഭാഗത്തിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന ആളുകളെ ഉൾപ്പെടുത്തിയിരുന്നു, ലാറ്റിൻ സമുദായത്തിന് പ്രത്യേകമായ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരുന്നു, അതുകൂടാതെ വിശ്വകർമ്മ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ ഉൾപ്പെടുത്തി, അതുപോലെ ഈ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ ഉൾപ്പെടുത്തിയിരുന്നു. അതൊക്കെ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആയിട്ട് നിലനിർത്തിക്കൊണ്ട് 7 വർഷത്തേക്കുള്ള ഒരു ജിയോ ആയിരുന്നു അന്ന് പുറപ്പെടുവിച്ചത്. എൻ്റെ കോപ്പികളെല്ലാം എൻ്റെ കൈവശമുണ്ട്. എന്നാൽ ഒരു ശരിയായ പഠനം നടത്തുകയോ ശരിയായ വിശകലനം നടത്തുകയോ ചെയ്യാതെ എന്തോ കാരണവശാൽ 1957 ഡിസംബർ മാസത്തില് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ആദരണീയനായ ശ്രീ EMS നമ്പൂതിരിപ്പാട് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇട്ട് അത് റദ്ദാക്കിയതിനെ പോലും ചോദ്യം ചെയ്യാനോ അതൊന്ന് ക്രാഷ് ചെയ്യാനായിട്ട് കോടതിയിൽ പോകാനോ അറിവുള്ളവര് അല്ലെങ്കിൽ അതിനുള്ള വിദ്യാഭ്യാസം ഉള്ളവര് ആ കാലഘട്ടത്തിൽ ഈ ക്രിസ്തീയ സമൂഹത്തിൽ ആ വിഭാഗത്തിൽ നിന്ന് വന്നവരില്ലായിരുന്നു. അതുകൊണ്ട് 2001 സംവരണം നഷ്ടപ്പെട്ട പിന്നോക്ക ക്രിസ്ത്യൻ അസോസിയേഷൻ എന്നുള്ള രൂപത്തിലൊരു ഫോറം രൂപീകരിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ നമ്മളൊരു കേസ് ഫയൽ ചെയ്യുകയും അത് പഠിച്ചിട്ട് ഒരു കമ്മീഷനെ വെച്ച് പഠിച്ചിട്ട് അർഹതപ്പെട്ടവർക്ക് കൊടുക്കണമെന്നൊക്കെ അന്ന് കമ്മീഷൻ പറയുകയും അല്ലെങ്കിൽ കമ്മീഷനെ കൊണ്ട് പറയിക്കുകയും ചെയ്യാനായിട്ട് ഹൈക്കോടതി ഒരു നിയോഗം നടത്തുകയുണ്ടായി. അങ്ങനെ ഒരു കമ്മീഷനെ വെച്ചു. പക്ഷെ സർക്കാർ ആ സമയത്തും വേണ്ടുന്ന വിധത്തിൽ അതിനെ ഗൗനിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് ഇപ്പോൾ നാടാർ കമ്മ്യൂണിറ്റിക്ക് സ്പെഷ്യലായിട്ട് ഒരു ഇത് നമ്മുടെ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ അവസാന സമയത്ത് കൊടുത്തു. അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അദ്ദേഹത്തെ ഒരുപാട് അഭിനന്ദിക്കുന്നു. അത് എവിടുന്നെങ്കിലും എടുത്തു കൊടുത്തതല്ല, മുൻകാലത്ത് അവർക്ക് ഉണ്ടായിരുന്നതിനെ തിരികെ കൊടുത്താണ്. അത് നമ്മൾ മറന്നു പോകുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും അവഗണിക്കപ്പെട്ടിരിക്കുന്ന പല വിഭാഗങ്ങളുണ്ട് ഈ കൺവേർട്സ് ആയിട്ടുള്ള ആളുകൾ. ഞാൻ ഒരു ചെറിയ ഉദാഹരണം ഇതിനോട് ചോദിക്കുകയാണ്. ഇന്ന് രാവിലെ 10 മണി വരെ ഞാനൊരു അധികൃത വിഭാഗത്തിൽപ്പെട്ടവനായിരുന്നു. 10 മണി ആയപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഈ വിശ്വാസം ശരിയല്ല, ക്രിസ്തീയ വിശ്വാസമാണ് ശരി, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ഞാൻ ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുകയും ഞാൻ പോയി മാമോദിസ സ്വീകരിക്കുകയും ചെയ്തു. എപ്പോഴാണ് എന്റെ അധികൃത അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാകുന്നത്, അല്ലെ മാറ്റം ഉണ്ടാകുന്നത്? ഞാൻ എടുത്ത ആ ഒരു മോമെന്റിലാണോ അതോ എന്റെ ജനറേഷൻസ് ഇനിയും വരുന്ന ജനറേഷൻസ് ഒക്കെ കഴിയുമ്പോഴാണ്?
അപ്പൊ അതിനെക്കുറിച്ച് ഒരു ശരിയായ പഠനം നടത്തില്ല, സയന്റിഫിക് ആയിട്ടുള്ള ഒരു പഠനവും നടത്തിയിട്ടില്ല. ഇതിനോട് ചേർത്ത് ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ സംവരണം ഇല്ലാതിരുന്നിട്ടും ക്രൈസ്തവർക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചില ആളുകൾ ചിന്തിക്കാറുണ്ട്. അത് വലിയ അബദ്ധമാണ്. നമ്മുടെ പോപ്പുലേഷൻ റേറ്റ് അത് ഈ സംവരണവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഈ സംവരണവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. തൊഴിൽ മേഖലയില് അവിടെ ഒന്നും തന്നെ പിന്തള്ളപ്പെടുകയല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് ക്രൈസ്തവർക്ക് സാധിച്ചില്ല എന്നുള്ളത് ഇതുകൊണ്ടാണ്. അപ്പൊ നമുക്കൊരു ചോദ്യം ചോദിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ ചരിത്രത്തിൽ നിന്നുള്ള ഒരു ചോദ്യമായിരിക്കും, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പിതാക്കന്മാരാണല്ലോ ഇത് വേണ്ട എന്ന് അന്നത്തെ കാലത്ത് പറഞ്ഞത്. അന്ന് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഭരണഘടന ഈ കാര്യങ്ങളെ കുറിച്ച് എഴുതുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അന്ന് ക്രൈസ്തവ നേതാക്കന്മാര്, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലായിരുന്നു, അന്ന് കേരളമല്ലല്ലോ, മധ്യ തിരുവിതാംകൂറിൽ നിന്ന് ഉള്ളതായ ക്രൈസ്തവ നേതാക്കന്മാർ ബൈബിളിലെ 2 പ്രധാനപ്പെട്ട വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് ഭരണഘടനയ്ക്ക് വേണ്ടുന്നായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്. അതിലൊന്ന്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. രണ്ടാമത്തേത്, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും. ഈ 2 വാക്യങ്ങൾ അവരുടെ ഉള്ളിൽ വന്നതുകൊണ്ടും അവരതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടും നമ്മുടെ സമസൃഷ്ടങ്ങൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ അയൽവാസികൾ അവര് മെച്ചപ്പെടണം എന്നുള്ളത് കൊണ്ടാണ് ക്രൈസ്തവർ പല കാര്യങ്ങളും വേണ്ട എന്ന്, അല്ലെങ്കിൽ അവർക്ക് ലഭ്യമാകാമായിരുന്നിട്ടും ലഭിച്ചത് പോലും അവര് അതിനുവേണ്ടി അവകാശപ്പെടുത്താനായിട്ട് മുതിരാതിരുന്നത്. അതൊരു വീക്ക്നെസ് ആയിട്ടല്ല നമ്മൾ കാണേണ്ടത്. സമൂഹം അങ്ങനെയാ കാണും. നേരത്തെ ബാലു വളരെ കൃത്യമായിട്ട്, ബാലസുബ്രഹ്മണ്യം സാറ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. നമ്മളെ പ്രകോപനം കൊള്ളാനായിട്ടോ വഴക്കുണ്ടാക്കാനായിട്ടോ ഒരിക്കലും പാടില്ല. കാരണം നമ്മുടെ ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത് ചേട്ടത്തടിക്കുന്നതിന്റെ മറുചേട് കാണിച്ചു കൊടുക്കുന്ന ഒരു പോളിസിയാണ്. അതോടൊപ്പം തന്നെ എന്നെ പോലെയാണ് എന്റെ അയൽക്കാരനെ സ്നേഹിക്കേണ്ടത്. അപ്പൊ എന്നെ സ്നേഹിക്കാൻ ഞാൻ മറന്നുപോയാൽ എന്റെ അയൽക്കാരനെ എനിക്ക് സ്നേഹിക്കാൻ കഴിയുകയില്ല. ഇവിടെ സംഭവിക്കുക അങ്ങനെയാണ്. എനിക്ക് സ്നേഹം കിട്ടേണ്ടുന്നത് ഞാൻ വേണ്ട എന്ന് വെച്ചു. അതുകൊണ്ടെന്ത് പറ്റി? ഞാൻ വീണ്ടും താഴോട്ട് പോയി, എന്റെ ശബ്ദം ആളില്ലാതെ പോയി. വെരി ഗുഡ്. വളരെ വളരെ ശ്രദ്ധേയമായ നിരീക്ഷണമാണ്. അഡ്വക്കേറ്റ് ഷെറിജി തോമസ്, അങ്ങ് ആദ്യഘട്ടത്തിൽ പറഞ്ഞ തുടർച്ചയായിട്ട് ചോദിക്കുകയാണ്, ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനൊരു ഒരു വിധി വരുന്നു, മാത്രമല്ല കേരളത്തിലെ ലത്തീൻ സഭ വിവിധ മേഖലയിൽ പിന്നോക്കാവസ്ഥ നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് നിലവിൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടുള്ള മേഖലയൊക്കെ വലിയ പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയൊക്കെ നേരിടുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ്. ഇനിയുള്ള വരുന്ന കാലഘട്ടവും അത്തരത്തിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ് മുമ്പിലേക്ക് വരിക. കേരളത്തിലെ ലത്തീൻ സമൂഹം കേരളത്തിലെ സർക്കാരിന്റെ മുമ്പിൽ എന്തൊക്കെ വിഷയങ്ങളിലായിരിക്കാം അടിയന്തരമായ ഒരു ഇടപെടൽ സർക്കാരിന്റെ ശ്രദ്ധ പെടേണ്ടതെന്ന് കാണുന്നത്? പ്രത്യേകിച്ച് ജെ ബി കോശി കമ്മിറ്റി റിപ്പോർട്ടൊക്കെ മുമ്പിലേക്ക് വരുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളിലായിരിക്കാം ശ്രദ്ധ സർക്കാർ എടുക്കേണ്ടത്? അത് സംബന്ധിച്ച് ആദ്യം പറയാനുള്ളത് അധികാരത്തിൽ പങ്കാളിത്തം എന്ന വിഷയത്തിൽ തന്നെയാണ്. നമുക്കറിയാം, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ഈ 3 മേഖലകളിലും പൊതുവെ ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ച് ഒരു താരതമ്യ പഠനം നമ്മൾ നടത്തിയാൽ ഏറ്റവും താഴെ നിൽക്കുന്നത് ഈ പറഞ്ഞ ലത്തീൻ കത്തോലിക്കരും ദളിത് ക്രൈസ്തവ വിഭാഗങ്ങളുമൊക്കെയാണ്. ദളിത് ക്രൈസ്തവ വിഭാഗത്തിന്റെ കാര്യം പറയാൻ തന്നെ ബുദ്ധിമുട്ടാണ്. കാരണം എത്രയോ വർഷങ്ങളായി ഒരു കേസ് സുപ്രീം കോടതിയിൽ നിന്നിട്ട് അതൊന്ന് ഹിയറിംഗിന് എടുപ്പിക്കാൻ പോലും ആളുകളില്ലാത്ത ഒരു സമൂഹമാണ് അവർ. വർഷങ്ങളായി കേസുകൾ അവിടെ നിൽക്കുക. അതേസമയം മറ്റു പല കേസുകളും വരുന്നു, പോകുന്നു, ഉത്തരവാകുന്നു. അതൊരു കാര്യം. ഇവിടെ കുറച്ച് ആധികാരിക രേഖകൾ കൂടി ഉള്ളത് ഈ 2011 ഉത്തരവിനൊക്കെ പശ്ചാത്തലം അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് പഠനം നടത്തിയപ്പോൾ ക്ലാസ് 3, ക്ലാസ് 4 തസ്തികകളിൽ മാത്രം 4370 തസ്തികകൾ ഈ ലത്തീൻ കത്തോലിക്കർക്ക് റിസർവേഷൻ പ്രകാരം കിട്ടേണ്ടത് നഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ദളിത് ക്രൈസ്തവർക്കാണെങ്കിൽ 2300-ലധികം തസ്തികകൾ. ഇത് മനസ്സിലാക്കണം, ക്ലാസ് 3, ക്ലാസ് 4 മാത്രമാണ്. നമ്മളൊരു താരതമ്യ പഠനം നടത്തിയാൽ ക്ലാസ് 1 തസ്തികകളിൽ ഇപ്പൊ തന്നെ നമ്മൾ നോക്കിയാൽ കേരളത്തിലെ IAS, IPS കാഡറിലെല്ലാം നോക്കിയാൽ ഈ പറയുന്ന ക്രൈസ്തവ വിഭാഗങ്ങളിൽ ഏതൊക്കെ വിഭാഗങ്ങളിൽ പ്രാതിനിധ്യമുണ്ട്? എന്തിനധികം പറയുന്നു, കേരള നിയമസഭയിലെ MLA-മാരുടെ കണക്ക്, ജനസംഖ്യാനുപാതികമായി ഈ പറയുന്ന വിഭാഗങ്ങൾക്കുള്ള കണക്കും അതിനപ്പുറത്ത് മറ്റു വിഭാഗങ്ങൾക്കുള്ള കണക്കും ക്രൈസ്തവരുടെ മാത്രം നോക്കിയാൽ മതി. എത്ര ക്രൈസ്തവ മന്ത്രിമാരുണ്ട്, അവർ ഏതൊക്കെ വിഭാഗത്തിൽ പെടുന്നു, അങ്ങനെയുള്ള പല കണക്കുകളും പറയുമ്പോൾ അത് നമ്മുടെ ഇന്ത്യയുടെ വേദിയായതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ ഈ മത്സരിക്കും പ്രകാശ് സാറൊക്കെ പറഞ്ഞത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഒരു വിതരണം നടക്കുമ്പോൾ അത് അർഹതയുള്ളവർക്ക് കൊടുക്കുന്നു എന്ന് ഉറപ്പുവരുത്തണമെന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. അങ്ങനെ ഒരു ചർച്ച പ്രാരംഭഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ പൊതുസമൂഹം പോലും ഈ വിഭാഗങ്ങൾക്കിടയിൽ വ്യത്യസ്തതയുണ്ട് എന്ന് പറയാനൊരു അവസരം പോലും വരില്ലായിരുന്നു. അത് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ എന്നോട് ചോദിച്ച ചോദ്യം സർക്കാർ എന്ത് ചെയ്യണമെന്നുള്ളതിനെ പറ്റിയാണ്. ഇപ്പൊ JB കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുകയാണ്, ചില പ്രത്യേക തരത്തിലുള്ള ആവശ്യതകൾ ഏതെങ്കിലും വിഭാഗങ്ങൾക്കുണ്ട് എന്ന് പറയുകയും
ആ പറയുന്ന ശുപാർശകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ മുന്നോട്ട് വരികയും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ എന്റെ ഒരു സംശയം, ഒരു പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അതിനെ മറുപടി പറയാൻ പറ്റും. ജഡ്ജ്മെന്റിന്റെ തന്നെ പാരഗ്രാഫ് 31-ലും 32-ലും വളരെ കൃത്യമായിട്ട് പറയുകയാണ്, ഈ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ നോട്ടിഫൈഡ് മൈനോറിറ്റീസിന്റെ ഇടയിൽ ഒരു സെപ്പറേറ്റ് പിക്ക് ആൻഡ് ചൂസ് പാടില്ല എന്നുള്ളതാണ്. അതേസമയം മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് ഉള്ളിൽ ഇപ്പൊ നമ്മൾ സംബന്ധിച്ചതുപോലെ പിക്ക് ആൻഡ് ചൂസ് അല്ലെങ്കിൽ റീഡിസ്ട്രിബ്യൂഷൻ റീഅലോക്കേഷൻ പറ്റും. ഈ നോട്ടിഫൈഡ് കമ്മ്യൂണിറ്റീസിന്റെ ഇടയിൽ അതായത് ഇന്റർസേ മൈനോറിറ്റിയിൽ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇതേ ഒരു സിറ്റുവേഷൻ JB കോശി കമ്മീഷൻ നമുക്ക് വേണ്ടി എന്തെങ്കിലും നല്ല ശുപാർശകൾ നടത്തിയാലും വരില്ലേ എന്നുള്ളതാണ് ഒരു ചോദ്യം. തീർച്ചയായും ഒന്നുകൂടി വ്യക്തമാക്കാം സമയമുണ്ടെങ്കിൽ. എനിക്ക് ക്ലിയർ ആയി, ആ ചോദ്യം എനിക്ക് ക്ലിയർ ആണ്. ഞാൻ അതിലേക്ക് ഉത്തരം പെട്ടെന്ന് തിരിച്ച് ഞാൻ വരാം. ഡോക്ടർ ചാക്കോ കളാമ്പറമ്പിൽ, ഈ ഒരു ചോദ്യം പ്രസക്തമാണല്ലോ, അങ്ങേക്ക് ഇതിന് ഒരു മറുപടി അറിയിക്കാൻ ഉണ്ടോ ഡോക്ടർ ചാക്കോ കളാമ്പറമ്പിൽ? അതായത് നമ്മുടെ സമുദായത്തില് കൃത്യമായിട്ടുള്ള ഒരു പഠനം, അത് മുന്നോക്കമാണെങ്കിലും പിന്നോക്കമാണെങ്കിലും ക്രൈസ്തവ സമുദായത്തെ കുറിച്ച് കൃത്യമായി നടന്നിട്ടില്ല എന്നുള്ള വസ്തുത അവിടെ നിലയ്ക്കുകയാണ്. ഈ പ്രത്യേകിച്ച് അടുത്ത കാലങ്ങളിലൊന്നും ഈ അടുത്ത കാലത്ത് അങ്ങനെയുള്ള ഒരു പഠനം നടന്നിട്ടില്ല. അത് ലത്തീൻ ക്രിസ്ത്യൻസ് ആകട്ടെ, ദളിത് ക്രിസ്ത്യൻസ് ആകട്ടെ, അതുപോലെ തന്നെ സുറിയാനി ക്രിസ്ത്യൻസ് ആകട്ടെ, മറ്റേത് വിഭാഗവുമാകട്ടെ. അപ്പൊ മൊത്തത്തിലുള്ള ക്രിസ്ത്യൻസിന്റെ പിന്നോക്കാവസ്ഥ അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ് എന്ന് പഠിക്കാനാണ് JB കോശി കമ്മീഷനെ വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിലൂടെ നമുക്ക് പോസിറ്റീവായിട്ടൊരു ആസ്പെക്ട് പുറത്തേക്ക് വരും എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇദ്ദേഹം പറഞ്ഞ പോയിന്റ് വളരെ റെലവന്റ് ആണ്. പക്ഷെ അത് എവിടെയാണ് കൂടുതൽ റെലവന്റ്? കോടതി പറഞ്ഞിരിക്കുന്നത് മൈനോറിറ്റി സംവിധാനങ്ങൾ നമ്മൾ നടപ്പിൽ വരുത്തുമ്പോൾ ഒരു OBC വിഭാഗത്തിന് മാത്രമായിട്ട് അത് നടപ്പിൽ വരുത്തിയ രീതി മൈനോറിറ്റി വിഭാഗങ്ങളിൽ അപ്ലിക്കബിൾ ആകില്ല എന്ന് ഹൈക്കോടതി നിരീക്ഷണം നടത്തിയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. OBC വിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് മൈനോറിറ്റി നടപ്പാക്കുന്ന രീതി ശരിയല്ല എന്നുള്ളത് അതവിടെ നിന്നോട്ടെ. ദളിത് ക്രിസ്ത്യൻസിന്റെ കാര്യം അവിടെ പറയുന്നിടത്ത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ദളിത് ക്രിസ്ത്യൻസിന് മാത്രമാണ് ഇന്ത്യയിൽ കൺവേർട്ട് ചെയ്ത സമൂഹങ്ങൾക്ക് ഈ പറയുന്ന SC ST വിഹിതം ലഭിക്കാതെ പോകുന്നത്. സിഖിലേക്ക് മാറിയാലും മറ്റേത് മതവിഭാഗത്തിലേക്ക് മാറിയാലും അത് നിലനിൽക്കുന്നുണ്ട്. ക്രിസ്ത്യൻസിലേക്ക് മാറിയാൽ മാത്രം അതില്ല. സ്വാഭാവികമായിട്ടും അതിനു വേണ്ടിയിട്ട് നമ്മുടെ ക്രൈസ്തവ സമൂഹം ഒന്നടങ്കം നിന്നും അവരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും നമ്മൾ ചെയ്യേണ്ടതാണ്. ഒന്നിടപെടുക, തിരിച്ചു വരാം. പക്ഷെ ഈ ഒരു അങ്ങ് പറഞ്ഞ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഇത് കേരള ക്രൈസ്തവ സമൂഹം ആ ഒരു വിഷയത്തിൽ കാര്യമായ ഇടപെടൽ ഇതുവരെ നടത്താത്തത് ഒരു ആശങ്ക തന്നെയല്ലേ? ആ വിഷയത്തിൽ അതിനകത്ത് വരുന്നൊരു പ്രശ്നം ഇതാണ്. SC STയില് നമ്മുടെ കൺവേർഷന്റെ കേസിൽ SC ST ഹിന്ദു എന്ന് ചേർത്ത് വെച്ചിട്ടുണ്ട്. മറ്റൊരു സമുദായത്തിലേക്ക് മാറുമ്പോൾ ക്രിസ്ത്യൻസിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് കാറ്റഗറി കിട്ടുന്നില്ല. മറ്റുള്ളത് ബുദ്ധയാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് സമുദായങ്ങളൊക്കെ ആണെങ്കിലും അത് ഹിന്ദുവിന്റെ ജുഡിക്ഷനിൽ വരുന്നതായിട്ടൊരു മാനദണ്ഡമാണ് അവിടെ കണക്കാക്കുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ ക്രിസ്ത്യൻസിലേക്ക് വരുമ്പം അത് കിട്ടാതെ പോവുകയാണ്. SC ST ഹിന്ദു എന്ന് ചേർത്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അതിനെ നമ്മള് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് തിരുത്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നുള്ളതാണ് എന്റെ. തുടരാം അങ്ങ് പറഞ്ഞു വന്ന് തുടരാം. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളുടെ സമുദായങ്ങളിൽ നിലനിൽക്കുന്ന, ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. സുറിയാനി ക്രിസ്ത്യൻസ് തന്നെ കേസ് എടുത്തോളൂ. എനിക്ക് മലയോര മേഖലകളിൽ താമസിക്കുന്നത്, പ്രത്യേകിച്ച് തീരദേശ പ്രദേശത്ത് താമസിക്കുന്ന നമ്മുടെ 30 സഹോദരങ്ങൾ അല്ലെങ്കിൽ അവരെ പോലെ ഒരുപക്ഷെ അവരെക്കാൾ പിന്നോക്കാവസ്ഥ നിൽക്കുന്ന വലിയൊരു വിഭാഗം, വിവാഹം പോലും കഴിക്കാത്ത അനേക യുവജനങ്ങള്, സാമ്പത്തികമായി ഞെരുക്കം, വിദ്യാഭ്യാസമില്ലാത്ത യുവതലമുറ, പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ തലമുറ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ട് ജീവിക്കാൻ പ്രയാസപ്പെടുന്ന വലിയൊരു സമൂഹം മലയോര മേഖലകളിലുമുണ്ട്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ഇത് അഡ്രസ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അവിടെ നമ്മൾ ഇതിനകത്ത് ഏത് വിഭാഗം എന്നുള്ളതല്ല, ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ എല്ലാ വിഭാഗങ്ങളിലെയും നൊമ്പരപ്പെടുന്നവനെ സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് കൊണ്ടുപോകാൻ പരിശ്രമം വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. പറയൂ. അതുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളെയും മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ വേണ്ടുന്ന ഒരു പരിശ്രമം ക്രൈസ്തവ സമൂഹം കൂട്ടായി നിന്നുകൊണ്ട് എടുക്കുകയും നമുക്ക് ഈ തരത്തിലുള്ള കോടതി വിധികളെ നടപ്പിൽ വരുത്തുമ്പോൾ അതിന് വേണ്ട ബദ്ധസത്തരാകുകയും ചെയ്യേണ്ട സമയമാണെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതിന്റെ പേരിൽ നമ്മൾ ഭിന്നിച്ചു നിൽക്കേണ്ട സമയമല്ല, മറിച്ച് ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ താഴേക്കിടയിലുള്ളവരെ, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള നമ്മുടെ സമൂഹത്തിലെ സമുദായത്തിലെ ആളുകളെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമമാണ് ഇപ്പോഴത്തെ ആവശ്യം. തീർച്ചയായും തിരിച്ചു വരാം. ഒരു ചെറിയ കറക്ഷൻ വരുത്തിക്കൊണ്ട് ഡോക്ടർ ചാക്കോ പറഞ്ഞതില് ST വിഭാഗത്തിന് ക്രിസ്ത്യൻസ് ആയി കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു അഡീഷണൽ ബെനിഫിറ്റ് കൂടെ ഉണ്ട്. 57-ലെ എക്സിക്യൂട്ടീവ് ഓർഡറിൽ ST വിഭാഗത്തിന് അത് ബാധിക്കുന്നില്ല. അവർക്ക് ഏത് മാർഗത്തിലേക്കും പോകാം. ST ഒരിക്കലും ഹിന്ദുക്കളല്ല. ST എന്ന് പറയുന്ന ട്രൈബൽസ് സെപ്പറേറ്റ് ഗ്രൂപ്പാണ്. അവർക്ക് ഏത് പോകാം. നമുക്ക് നോർത്ത് ഈസ്റ്റിലൊക്കെ ST ആണ്, അവർക്ക് സംവരണമുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ഈസ്റ്റ് കേരള ഡയസിസിലൊക്കെ ധാരാളം ST സഹോദരങ്ങളാണ്. അവർക്ക് ആ വിധത്തിൽ അഭിവൃദ്ധി ഉണ്ടായിട്ടുമുണ്ട് ക്രിസ്ത്യ വിശ്വാസം. ശരി. ഇവിടെ സൂചിപ്പിച്ചത് വളരെ സത്യമാണ്. പട്ടികജാതിയിൽ ഉൾപ്പെട്ടവർ ക്രൈസ്തവ വിഭാഗത്തിലേക്കോ
മുസ്ലിങ്ങളിലേക്കോ കൺവേർട്ട് ചെയ്യപ്പെട്ടാൽ അവർക്ക് സംവരണം ലഭിക്കുന്നില്ല. എന്നാൽ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം വിവിധ കാലങ്ങളിൽ ഉണ്ടായ തീരുമാനങ്ങൾ നിമിത്തം ആദ്യം സിഖ് വിഭാഗത്തിലേക്ക് മാറിയാലും ബുദ്ധ വിഭാഗത്തിലേക്ക് മാറിയാലും ജൈന വിഭാഗത്തിലേക്ക് മാറിയാലും അവർക്ക് സംവരണമില്ലായിരുന്നു. എന്നാൽ കാലക്രമത്തിൽ അവർക്കൊക്കെയും ലഭിക്കുകയും ക്രൈസ്തവ വിഭാഗത്തിലേക്കും മുസ്ലിം വിഭാഗത്തിലേക്കും വരുന്നവർക്ക് സംവരണമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകുകയും ചെയ്തു. ഇതില് നമ്മൾ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിലും കൂടുതലായി പൊളിറ്റിക്കൽ ഡിസിഷനാണ് വരേണ്ടത്. അതുകൊണ്ട് ആ രീതിയിൽ ശക്തമായ നിലയിൽ കേന്ദ്ര ഗവൺമെന്റിൽ നമ്മൾ സ്വാധീനം ചെലുത്തേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ അത് നേടിയെടുക്കുവാനായിട്ട് നമുക്ക് കഴിയൂ എന്ന് ഞാൻ ചിന്തിക്കുന്നു. ക്രൈസ്തവ വിഭാഗത്തിന്റെ പിന്നോക്കാവസ്ഥ വെളിവാക്കിയ റിപ്പോർട്ടുകളുണ്ട്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ തന്നെ ഒരു ഡോക്ടർ ശോഭ വി നായർ കേരള യൂണിവേഴ്സിറ്റിയുടെ സോഷ്യോളജിയുടെ ഹെഡായിരുന്നു. അവരെ വെച്ച ഒരു കമ്മീഷൻ പഠനം നടത്തിയിട്ട് കേരളത്തിലെ പെന്തക്കോസ്റ്റൽ CSI വിഭാഗങ്ങളുടെ പിന്നോക്കാവസ്ഥയെ കുറിച്ച് വളരെ കൃത്യമായൊരു റിപ്പോർട്ട് കൊടുത്തതാണ്. ഇതുവരെയും അതിൽ ഒരു ചലനവും ഉണ്ടായിട്ടില്ല. റിപ്പോർട്ടുകൾ വന്നാൽ പോലും ക്രൈസ്തവ വിഭാഗം ഒരു പ്രഷർ ഗ്രൂപ്പ് അല്ലാത്തതിനാൽ അതൊന്നും നടപ്പിലാക്കണ്ട എന്ന ചിന്തയാണ് കാലാകാലങ്ങളിലൂടെ ഭരിച്ചവർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് വന്നാൽ പോലും അത് നടപ്പിലാക്കുന്നതിന് കൃത്യമായ രീതിയിൽ അതിന്റെ നന്മ ഈ സമൂഹത്തിന് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് പ്രഷർ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇവിടെ അഡ്വക്കേറ്റ് ഷെറി ചോദിച്ചൊരു ചോദ്യം, JB കോശി കമ്മീഷൻ റിപ്പോർട്ട് വരുമ്പോൾ അതിന്റെ പങ്ക് മറ്റുള്ളവർക്കും കൊടുക്കേണ്ടി വരില്ലേ? സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായി വരുന്നത് നമ്മൾക്ക് ലഭിക്കുമ്പോൾ തിരിച്ചും വരത്തില്ല എന്ന്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായി വന്ന ആനുകൂല്യം ഒന്നുമല്ല ഇത്. നേരത്തെ അവർ രണ്ടുപേരും അഡ്വക്കേറ്റ് ഷെറിയും ഡോക്ടർ ചാക്കോയും സൂചിപ്പിച്ചതുപോലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമം വന്നു. അത് സച്ചാർ കമ്മീഷൻ വരുന്നതിന് മുൻപ് വന്നതാണല്ലോ. അതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷ കമ്മീഷനും ന്യൂനപക്ഷ വകുപ്പും ഒക്കെ വന്നേക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ളതാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ നമ്മൾ ചോദിച്ചില്ല. ന്യൂനപക്ഷ വിഭാഗത്തിന് അവകാശപ്പെട്ടത് മാത്രമേ നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. ഒന്ന്. രണ്ട്, JB കോശി കമ്മീഷൻ പഠനം നടത്തിയിട്ട് ക്രൈസ്തവ വിഭാഗത്തിലെ ഇന്ന വിഭാഗങ്ങൾപ്പെട്ടവർക്ക് പരാധീനതകളുണ്ട്, ക്രൈസ്തവ വിഭാഗത്തിന് ഇന്ന ആവശ്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അതിന് മാത്രമായിരിക്കും തീരുമാനം എടുക്കുന്നത്. അതന്നേരം മുസ്ലിമിന് ബാധകമാകത്തുമില്ല. മാത്രമല്ല സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ നമ്മുടെ മുമ്പിലുണ്ടല്ലോ റിപ്പോർട്ട്, അതിൽ എത്രയോ നിർദ്ദേശങ്ങൾ വന്നിരിക്കുക. അതിൽ ഒരു കാര്യം മാത്രമാണ് ഈ സ്കോളർഷിപ്പ്. ബാക്കി മദ്രസയുമായി ബന്ധപ്പെട്ട് അതിനുകൂടി ഒന്ന് മറുപടി തരണം. ഞാൻ പറഞ്ഞത് ആവശ്യമല്ല. ഈ ജഡ്ജ്മെന്റിൽ തന്നെ 31, 32 പാരഗ്രാഫിൽ പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ വഴി 92-ലെയും 2014-ലെയും ന്യൂനപക്ഷ നിയമങ്ങളെ മറികടക്കാൻ പറ്റില്ല എന്നാണ്. ആ ന്യൂനപക്ഷ നിയമങ്ങൾ പറയുന്നത് ഈക്വലായി എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും വിതരണം ചെയ്യണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇപ്പൊ എസ്റ്റാബ്ലിഷ്ഡ് ആയി നിൽക്കുമ്പോൾ JB കോശി കമ്മീഷൻ പ്രകാരം ക്രൈസ്തവർക്ക് മാത്രമായി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ ഇറക്കുമ്പോൾ എങ്ങനെ ന്യായീകരിക്കുമെന്നാണ് ചോദിച്ചത്. അതിനുള്ള മറുപടി അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ പാടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ കേരള നിയമസഭയിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ മദ്രസയിലെ അധ്യാപകർക്ക് വേണ്ടി പ്രത്യേക ആനുകൂല്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അത് മാത്രമല്ല പല നിയമങ്ങളും പല വിഭാഗങ്ങൾക്ക് വേണ്ടിയും നിയമസഭ തീരുമാനമെടുത്തിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡറിനെ മാത്രമേ ഇവിടെ ചലഞ്ച് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ അതിന് മാർഗമുണ്ട്. ആ രീതിയിൽ നമുക്ക് പോകാനും സാധിക്കും. ഞാൻ പറഞ്ഞത് സച്ചാർ കമ്മീഷന് ശേഷം പാലോളി കമ്മീഷൻ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ആനുകൂല്യങ്ങൾ നൽകിയത് എന്നാണ് അവരുടെ വാദം. അങ്ങനെ ഒരു ആനുകൂല്യം നൽകാൻ, അത്തരത്തിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന രീതിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഉത്തരവുകൾ ഇറക്കാൻ ഇറ്റ് കാനോട്ട് ഓവർ റീച്ച് 92 and 2014 ലെജിസ്ലേഷൻസ് ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആ ഒരു ചോദ്യം JB കോശി കമ്മീഷൻ റിപ്പോർട്ടുമായി വരുമ്പോഴും അത് നടപ്പാക്കാനുള്ള ഉത്തരവുകൾ ഇറക്കുമ്പോഴും നമ്മുടെ മുന്നിൽ ഉണ്ടാവില്ലേ? അതിനെ എങ്ങനെ നമ്മൾ തരണം ചെയ്യുമെന്നാണ് ഞാൻ ചോദിച്ചത്. അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ വേണ്ട, നിയമനിർമ്മാണം നടത്താമല്ലോ. ഞാനൊന്ന് ഇന്റർവ്യൂ ചെയ്തോട്ടെ. ഓക്കെ, ചാക്കോ സാർ പറയൂ, എന്നിട്ട് നമുക്ക് അമലിലേക്ക് പോവാം. ചാക്കോ സാർ പറയൂ. ഞാനൊന്ന് ഇടപെട്ടോട്ടെ. അതായത് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, അതായത് സച്ചാർ കമ്മിറ്റിയും അതുപോലെ പാലോളി മുഹമ്മദ് കമ്മിറ്റിയും എന്നൊക്കെ പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റീസ് അല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാം. അത് തീർച്ചയായിട്ടും അതിന്റെ ശുപാർശകൾ കൊടുത്തു. പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ നിൽക്കുന്ന സ്റ്റാറ്റ്യൂട്ടറിയാണ്, മറ്റേ ഓർഡർ അനുസരിച്ച് വന്നല്ലേ, എൻക്വയറി കമ്മീഷൻ അനുസരിച്ച് വന്നാണ്. എൻക്വയറി കമ്മീഷൻസ് ആക്ട് അനുസരിച്ചിട്ടുള്ളതാണ് സച്ചാർ കമ്മീഷൻ ഒക്കെ.
അല്ല ഞാൻ പറഞ്ഞത് തീർച്ചയായും ചാക്കോ കല സാർ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്നിട്ട് നമുക്ക് അഡ്വക്കേറ്റ് ഷെറിലേക്ക് വരാം. ഡോക്ടർ ചാക്കോ പറഞ്ഞു അവസാനിപ്പിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് മൈനോറിറ്റീസിന് വേണ്ടി നമ്മൾ സമാനമായിട്ടുള്ള സച്ചാർ കമ്മിറ്റി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആന്ധ്രയിൽ നടപ്പാക്കിയ തീരുമാനങ്ങൾ നമ്മൾ നോക്കുക. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്രത്യേകമായ ഒരു കോർപ്പറേഷൻ അവിടെ നടത്തി, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരു ക്രിസ്ത്യൻ മൈനോറിറ്റി ക്ഷേമ കോർപ്പറേഷൻ അവിടെ നടത്തി. ഈ രണ്ട് കോർപ്പറേഷനുകളെ ബേസ് ചെയ്തുകൊണ്ട് ഫണ്ടുകളെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അവർക്ക് ആവശ്യമായ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ആവശ്യമായിട്ടുള്ള വെൽഫെയറുകളെല്ലാം അവിടെ നടത്തുന്നു. ഉദാഹരണത്തിന് ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷൻ അവിടെ ചെയ്യുന്നതാണ് ട്യൂഷൻ ഫീസ്, ഇളവ്, സ്വയം തൊഴിൽ സഹായങ്ങള്, തൊഴിൽ പരിശീലന പദ്ധതികള്, പള്ളി പണിയാനുള്ള അവസരങ്ങള്, ഇങ്ങനെയുള്ള നിരവധി വൃദ്ധസദനങ്ങള്, ഹാളുകള്, കോച്ചിങ് സെന്ററുകള്, കോമ്പറ്റീവ് എക്സാമിനേഷൻ ട്രെയിനിങ്, യുവജന ബോധവൽക്കരണം, കൾച്ചറൽ പ്രൊമോഷൻ, ഇതെല്ലാം ഈവൻ ഹോളി ലാൻഡ് വിസിറ്റ് വരെയുള്ള സബ്സിഡികൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത് തമിഴ്നാട്ടിലുമുണ്ട്, കർണാടകത്തിലുണ്ട്, ആന്ധ്രാപ്രദേശിലുണ്ട്. ഇതേ സച്ചാർ കമ്മിറ്റിയുടെ ബേസ് വെച്ചുകൊണ്ട് അതെല്ലാം നടത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്കും ഇവിടെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് മൈനോറിറ്റിയിൽ നിന്ന് തന്നെ ഒതുക്കാതെ വിവിധ വിഭാഗങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവർക്കുള്ള ഈ അലൊക്കേഷൻ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ വാദഗതി. അത് ജനസംഖ്യ ആനുപാതികമായിട്ട് വേണമെന്നുള്ളതല്ലേ നമ്മുടെ വാദഗതി. ശരി, അതിലൊരു വ്യക്തത ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശ്രീ അമൽ, ഈ വിഷയത്തിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? ഇതിനകത്ത് പറയാനൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1993 തന്നെ ആന്ധ്രാപ്രദേശിൽ ന്യൂനപക്ഷേമ വകുപ്പൊക്കെ രൂപീകരിക്കുകയുണ്ടായതാണ്. 93 തന്നെ സച്ചാർ കമ്മീഷനൊക്കെ റിപ്പോർട്ട് വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെയൊക്കെ ന്യൂനപക്ഷേമ വകുപ്പുകൾ രൂപീകരിക്കുകയുണ്ടായി, മറ്റ് സംസ്ഥാനങ്ങളിൽ രൂപീകരിക്കുകയുണ്ടായി. ഇവിടെ ഒരു പരാമർശം പലപ്പോഴും നടത്തുന്നത് പാലോളിമൂട്ടി കമ്മീഷൻ പ്രകാരമാണ് ഇവിടെ ന്യൂനപക്ഷ വകുപ്പ് വന്നതാണ്. അത് തികച്ചും കമ്മീഷൻ വന്നില്ലായിരുന്നു തന്നെ ഇവിടെ ഒരു വകുപ്പ് വന്നേനെ. കാര്യം ഒരു മന്ത്രി തന്നെ 2001 മുതൽ ഇതിനായിട്ടുണ്ട്, ക്ഷേമത്തിനായിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും സാധാരണ മറ്റ് സംസ്ഥാനങ്ങളുള്ളതുപോലെ ഇവിടെ ഒരു വകുപ്പ് വന്നേനെ. ഇപ്പം നേരത്തെ സാർ സൂചിപ്പിക്കുകയുണ്ടായി, ആന്ധ്രയിൽ നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ തന്നെ ഇതുപോലെ ക്രിസ്ത്യാനികളെ പ്രത്യേകമായിട്ട് പരിഗണിക്കുന്നു, പൊതുവായ പദ്ധതികളുണ്ട്, അതോടൊപ്പം തന്നെ മുസ്ലിം വിഭാഗത്തെയും കൃത്യമായി പരിഗണിക്കുന്നു. കേരളത്തിലെ അവസ്ഥയിൽ മുസ്ലിം വിഭാഗത്തിനെ കൃത്യമായി പരിഗണിക്കുന്നു, ക്രിസ്ത്യൻ വിഭാഗത്തിന് പരിഗണനയില്ല. പൊതു പദ്ധതികളുണ്ട്, ആ പൊതു പദ്ധതികളിൽ 80:20 എന്നൊരു അനുപാതം സ്വീകരിച്ചിരിക്കുകയും ചെയ്യുകയാണ്. അത് ഒരു അനീതിയാണെന്നാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെ അഡ്വക്കേറ്റ് ഷെർസാർ സൂചിപ്പിച്ച ഒരു കാര്യത്തിലേക്ക് ഒന്ന് വരികയാണ്. അതായത് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ ഇപ്പം നമ്മൾ ക്രൈസ്തവ സമൂഹത്തിൽ തന്നെ ചില വ്യത്യാസങ്ങളുണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ, സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതായത് കേരളത്തിൽ OBC ലിസ്റ്റിൽ വരുന്ന, അതായത് മാപ്പിള വിഭാഗം, മാപ്പിള ഓഫ് മലബാർ എന്ന് പറയുന്ന വിഭാഗം 5 റാങ്ക്ഡ് ആണ്. തങ്ങൾ, അറബീസ്, മലബാറീസ്, പുസലാസ് ആൻഡ് ഓസൻസ്. ഇതിൻ്റെ അകത്ത് തങ്ങൾ, അറബീസ്, മലബാറീസ് നല്ല നിലവാരം പുലർത്തുന്നതും പിന്നോക്ക നിലവാരത്തിലുള്ളത് പുസലാസ് ആൻഡ് ഓസാന എന്ന് പറയുന്ന ആ 2 കമ്മ്യൂണിറ്റി ആണെന്ന് തന്നെ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ 193-ാമത്തെ പേജ് തന്നെ പറയുന്നുണ്ട്. അതായത് 3 വിഭാഗങ്ങൾ മുന്നോക്ക നിലയിലാണെന്നും ബാക്കി താഴെയുള്ള 2 കമ്മ്യൂണിറ്റി മാത്രമാണ് പിന്നോക്ക നിലവാരം പുലർത്തുന്നതാണ് പറയുന്നത്. പക്ഷേ എന്നാൽ തന്നെ അവർ എൻ്റയർ കമ്മ്യൂണിറ്റിക്ക് തന്നെയാണ് ഈ ഒരു 80% എന്ന രീതിയിലേക്ക് അവർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. അതിനകത്ത് മീൻസ് ആൻഡ് മെറിറ്റ് ആണ് പ്രധാനമായിട്ടും അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ആ കമ്മ്യൂണിറ്റിയൊക്കെ അവരുടെ കമ്മ്യൂണിറ്റി ആ ഒരു യൂണിറ്റി അവർ കൈക്കൊള്ളുമ്പോൾ സ്വയമായിട്ട് നമ്മുടെ ഇടയിൽ ഡിവിഷൻസ് അത് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിലും അത് ദോഷം ചെയ്യാനായിട്ട് സാധ്യത ഉണ്ടെന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിനകത്ത് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. പലപ്പോഴും ഇപ്പം മാധ്യമങ്ങളിലൂടെയും ചിലപ്പോഴും ചില ആളുകൾ സംസാരിക്കുന്നു, സാമൂഹ്യമായിട്ട് സംസാരിക്കുന്നു. അതായത് ഇവിടുത്തെയുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ പിന്നോക്ക വിഭാഗമുണ്ട്, മുന്നോക്ക വിഭാഗമുണ്ടെന്നൊക്കെ പറയും. മാത്രമല്ല ചില മാധ്യമങ്ങളൊക്കെ സവർണ ക്രിസ്ത്യാനികൾ എന്നൊരു വാക്ക് പ്രത്യേകിച്ച് പ്രമുഖ മാധ്യമ ചാനലുകളിലൊക്കെ ഇങ്ങനെ പ്രയോഗം കൂടി ഈ സമീപകാലങ്ങളിൽ കണ്ടുവരുന്നുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ, ഇവിടെ മുന്നോക്ക വിഭാഗം എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ വിഭാഗം എന്ന് ടേം ചെയ്യുന്നതൊക്കെ ഈ സുറിയാനി ക്രൈസ്തവർ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തെയാണ്. ഈ സുറിയാനി ക്രൈസ്തവർ ഒരിക്കലും സവർണരോ അവർണരോ ആയിരുന്നില്ല. ഇവർ സവർണരും അവർണരുടെ ഇടയിൽ മാപ്പിള എന്ന് പറയുന്ന ഒരു ടീമിനണ്ടർ വരുന്ന വിഭാഗമായിരുന്നു. ഈ മാപ്പിളയുടെ സെയിം സ്റ്റാറ്റസ് തന്നെയാണ് മുസ്ലിം മാപ്പിളയിലെ ജോനക മാപ്പിളയ്ക്കുള്ളതും അതോടൊപ്പം തന്നെ നസ്രാണി മാപ്പിളയ്ക്കുള്ളതും സെയിം സ്റ്റാറ്റസ് തന്നെയാണ്. പക്ഷെ ആ മാപ്പിളയിലെ തന്നെ സെയിം സ്റ്റാറ്റസ് വന്നുകൊണ്ടിരുന്ന ഒരു സമൂഹം പെട്ടെന്നൊരു സമയത്ത് പിന്നോക്ക വിഭാഗമായി മാറുകയും ബാക്കിയുള്ളവർ ഒരു പഠനം നടത്താതെ തന്നെ അവരെ മുന്നോക്കം എന്ന് ടേം ചെയ്യുകയും ചെയ്യുന്നത് നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിലൊരു വിഭാഗീയത ഉണ്ടാക്കാൻ പലപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്, എത്രത്തോളം ക്രൈസ്തവ സമൂഹം ഇവിടെ ദുർബലരാണ് എന്ന് കാണിക്കുന്ന പല കാര്യങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കായിട്ട് സംസാരിക്കാൻ രാഷ്ട്രീയ പാർട്ടികളില്ല, രാഷ്ട്രീയ നേതാക്കളായി വരുന്ന ക്രൈസ്തവർ പോലും നമുക്ക് വേണ്ടി സംസാരിക്കുന്നില്ല. ഈ ഒരു വിധി സമ്പാദിച്ച ആ ഒരു അഡ്വക്കേറ്റ് കോട്ടയത്ത് ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് കേരളത്തിലെ പ്രമുഖ 10ഓളം ചാനലുകൾ ക്യാമറ കണ്ണുകളുമായിട്ട് ഇരുന്നിട്ട് ഒരൊറ്റ ചാനൽ പോലും അത് സംപ്രേഷണം ചെയ്തില്ല എന്നത് വിചിത്രമാണ്. ആ രാവിലെ നടന്ന പത്രസമ്മേളനം കഴിഞ്ഞിട്ടുള്ള സമയത്തൊക്കെയാണ് ലാറ്റിൻ സഭ ഇതുപോലെ ഇതിനെ അനുകൂലിക്കുന്നില്ല എന്ന രീതിയിലേക്കുള്ള ചാനൽ ചർച്ചകളിലൂടെ അല്ലെങ്കിൽ വാർത്താ വിഷയങ്ങൾ തന്നെ വരുന്നത്. അവർ ആ രാവിലത്തെ ആ ഒരു
പ്രസ് മീറ്റിംഗ് മൂടി വെക്കുകയാണ് ഉണ്ടായത്. എക്സാക്ട്ലി. ഈ ഒരു വിധിക്ക് വേണ്ടി വാദിച്ച ആ ഒരു വക്കീല് സമൂഹത്തിൽ ഉയരുന്ന കപടതകൾ അല്ലെ കള്ളപ്രചരണങ്ങളെ തുറന്നു കാണിച്ചപ്പോൾ അതുപോലും ഈ വിഷയങ്ങളെല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവിടെ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സംവരണത്തിലെ ഈ വ്യതിയാനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്തു. ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ 2019 ജൂൺ മാസം മുതൽ നവംബർ മാസം വരെ 9ഓളം ജില്ലകളിൽ ക്രിസ്ത്യൻ സാമ്പത്തിക സാമൂഹ്യ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയിൽ സിറ്റിംഗ് നടത്തിയ റിപ്പോർട്ട് ഡിസംബർ മാസത്തോടെ തയ്യാറാക്കിയതാണ് ആ കമ്മീഷൻ റിപ്പോർട്ട്. ആ കമ്മീഷൻ റിപ്പോർട്ട് ഇതുവരെയും സർക്കാരിന് മുമ്പിലേക്ക് അവർ സമർപ്പിച്ചിട്ട് പോലുമില്ല. അന്ന് 80-20 വിഷയങ്ങളും ഇതുപോലെയുള്ള മറ്റൊരു വിഷയങ്ങൾ കമ്മീഷൻ മറ്റൊരു വിഷയങ്ങൾ പിന്നോക്കാവസ്ഥ വിഷയങ്ങളെല്ലാം തന്നെ മുന്നിൽ വന്നിട്ടും സർക്കാരിന് മുമ്പിലേക്ക് സമർപ്പിക്കുന്നില്ല. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ഓഫീസിൽ ക്രിസ്ത്യൻ പ്രതിനിധികളില്ല. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ തലങ്ങളിൽ ഒന്നും തന്നെ ക്രിസ്ത്യൻ ഒരു റെപ്രസെന്റേഷൻ പോലും നമുക്ക് കാര്യമായിട്ട് പറയാൻ പോലും മേല. ആ രീതിയിലേക്ക് കൃത്യമായി അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം, വളരെ ദുർബലവും അസംഘടിതമായിരിക്കുന്ന ഒരു സമൂഹം കേരളത്തിലെ വളരെ തീർച്ചയായിട്ടും താഴ്ത്തട്ടിലാണ് ഇപ്പൊ നിൽക്കുന്നത്, സംഘടിതരല്ല. അതിനാൽ തീർച്ചയായിട്ടും പരിഗണിക്കണം സർക്കാരും നിയമ സംവിധാനങ്ങളും എന്നേ പറയാനുള്ളൂ. അമല് പറഞ്ഞതിനോടൊന്ന് കൂട്ടിച്ചേർത്തോട്ടെ. ഈ കേരളത്തില് എല്ലാ ക്രൈസ്തവരും ഒബിസിയിലല്ല, അതേസമയം ആന്ധ്രയിലും മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം എല്ലാ ക്രൈസ്തവരും ഒബിസിയാണ്. അത് രണ്ടും രണ്ട് ഗണമാണ്. മാത്രമല്ല കേരളത്തിൽ മാത്രമാണ് എല്ലാ മുസ്ലിംസും ഒബിസിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. കേരളത്തിൽ പുറത്ത് അങ്ങനെയല്ല. അപ്പൊ അതിന്റെ കൂടെ മനസ്സിലാക്കുന്ന ഒരു വിഷയം, അത് വസ്തുതാപരമായി ശരിയല്ല അമല് പറഞ്ഞ ചില കാര്യങ്ങൾ. പിന്നാക്കം എന്ന് പറയുന്നതിന്റെ അതിനെ അളക്കാനുള്ള ഏറ്റവും നല്ല അളവുകൾ ജാതി തിരിച്ചുള്ള ഉദ്യോഗസ്ഥരുടെ കണക്ക് നോക്കിയാൽ മതി. ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 തസ്തികകളിൽ എത്ര ക്രൈസ്തവരിൽ എത്ര വിഭാഗങ്ങൾ ഉണ്ടെന്ന് നോക്കിയാൽ മതി. അത് മാത്രമാണ്. അതല്ലാതെ പാവപ്പെട്ട ഒരുപാട് പേരുണ്ടാവും, അവർക്ക് വേണ്ടത് ക്ഷേമ പദ്ധതികളാണ്. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നോക്കം OBC എന്നുള്ള കണക്ക് ശരിയല്ല. അത് മാത്രമല്ലല്ലോ, നമ്മുടെ മുമ്പിൽ പല ഡേറ്റാ പോയിന്റുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം അല്ലേ, ഉണ്ടാകേണ്ടതല്ലേ? ഞാൻ പറഞ്ഞത് ജാതി തിരിച്ചത് ഒറ്റ ഉദാഹരണം നോക്കിയാൽ മതി. എത്ര IAS, IPS, IFS ഓഫീസേഴ്സ് ഉണ്ട്, ക്രൈസ്തവരിൽ ആരൊക്കെയുണ്ട്, അതിൽ ലാറ്റിനിൽ എത്രയുണ്ട്, സീറോ മലബാർ എത്രയുണ്ട്, മലങ്കര എത്രയുണ്ട്, യാക്കോബേറ്റ് എത്രയുണ്ട്, അത് മാത്രം മതി. തീർച്ചയായിട്ടും ഞാൻ അത് തീർച്ചയായിട്ടും സമ്മതിക്കുന്നു. കാരണം നമ്മുടെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ മുക്കുവ ആ ഒരു വിഭാഗം അല്ലെങ്കിൽ നമ്മുടെ മത്സ്യത്തൊഴിലാളിയായ വിഭാഗം ഭൂരിപക്ഷവും നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിലെ ലാറ്റിൻ സമൂഹമാണ്. തീർച്ചയായിട്ടും വളരെ അവശത അനുഭവിക്കുന്നത്. അതൊക്കെ ശരി. ഇവിടെ ഈ പറയുന്ന കോച്ചിങ് സെന്ററുകൾ കൊടുക്കുന്നത് പോലും ഈ 80:2 അനുപാതം ഉണ്ടെന്നുള്ള ഒരു വിചിത്രമായ ഒരു കാര്യം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. തീർച്ചയായും. അപ്പോൾ അതെ എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾക്ക് കിട്ടേണ്ട ഈ ആനുകൂല്യങ്ങൾ, നമുക്ക് കിട്ടേണ്ട കോച്ചിങ്ങുകൾ, അങ്ങനെയാണല്ലോ നമ്മുടെ സമൂഹത്തെ മുന്നിലേക്ക് എത്തേണ്ടത്. അവിടെ നീതി നിഷേധം വരുന്നുണ്ട്. അവിടെ എല്ലാം ആ നീതി നിഷേധം എല്ലാം ക്രൈസ്തവ സമൂഹം ഒന്നിച്ച് നിന്നുകൊണ്ട് അത്തരം നീതി നിഷേധങ്ങൾ ഇടപെടണം അല്ലെ? തീർച്ചയായും അതാണ് പോംവഴി. സിവിൽ സർവീസിലേക്ക് ആളുകൾ വരണമെങ്കിൽ സിവിൽ സർവീസ് കോച്ചിങ് സംവിധാനങ്ങൾ നമ്മുടെ ഇടങ്ങളിലേക്ക് വരണം അല്ലെ? അതിനുള്ള വഴി കൂടി നമ്മൾ തുടരണം അല്ലെ? തീർച്ചയായും ഷെറിസാറിന്റെ അഭിപ്രായങ്ങളോട് തീർച്ചയായിട്ടും യോജിക്കുന്നു. തീർച്ചയായിട്ടും നമുക്കെല്ലാം നമ്മുടെ കേരളത്തിലെ പശ്ചാത്തലത്തിൽ നമ്മൾ ലാറ്റിൻ സമൂഹം വളരെ അവശത അനുഭവിക്കുന്ന ഒരു വിഭാഗം തന്നെയാണ്. കൃത്യമായും പരിഗണിക്കണം, കൃത്യമായ റെപ്രസെന്റേഷൻ അവരിൽ നിന്നുണ്ടാകണം. അതിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സംസ്ഥാന സർക്കാർ മുഖേന നീതിപീഠവും അവർക്കായി ഒരുക്കി തരണം എന്ന് തന്നെയാണ് ആവശ്യം. തീർച്ചയായിട്ടും പരിഗണിക്കണം എന്ന് തന്നെയാണ് ആവശ്യം. ഞാൻ പറഞ്ഞ ആ പാരഗ്രാഫ് 31-32 സംശയത്തിനൊരു ക്ലാരിഫിക്കേഷൻ ഇപ്പോഴും വന്നില്ല. ഡോക്ടർ ചാക്കോ കളാമറമ്പിൽ പറയാൻ വന്നത് പൂർത്തിയാക്കാം. ഞാൻ ഈ സച്ചാർ കമ്മിറ്റിയെ കുറിച്ച് നമ്മൾ ഒരുപാട് പ്രസംഗിക്കുമ്പോഴും സച്ചാർ കമ്മിറ്റിയുടെ ആകെക്കൂടെയുള്ള അവരുടെ ഫൈൻഡിങ്സിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈക്വൽ ഓപ്പർച്യൂണിറ്റി കമ്മീഷൻസ് ഉണ്ടാകണം എന്ന് തന്നെയാണല്ലോ. അത് ഒരു കമ്മ്യൂണിറ്റി കൊടുക്കണമെന്നല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. പിന്നെ കേരളത്തിലെ ഇവര് പിന്നോക്കക്കാരാണ് അല്ലെങ്കിൽ പിന്നോക്കക്കാരല്ല, ആന്ധ്രയിൽ പിന്നോക്കക്കാരാണെന്ന് അഡ്വക്കേറ്റ് ശരി പറഞ്ഞു. ഞാനൊരു കാര്യം പറയാം. നമ്മൾ മൈനോറിറ്റി അല്ലാത്ത 4 സംസ്ഥാനങ്ങളുണ്ട്, മെജോറിറ്റി ആയിരിക്കും 4 സംസ്ഥാനങ്ങളുണ്ട് ക്രിസ്ത്യൻസ്. അപ്പൊ മൈനോറിറ്റി എന്ന് പറയുന്നത് എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്, സമ്പത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതല്ല. അതേസമയത്ത് പിന്നോക്കക്ഷേമ കമ്മീഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ OBC എന്ന് പറയുന്നത് അത് ജാതിയുടെ അടിസ്ഥാനത്തിലും അടിച്ചമർത്തപ്പെട്ട സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലുമാണ്. നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക, മുസ്ലിം സമുദായത്തിന്റെ പെൺകുട്ടികൾ പ്രത്യേകിച്ച് വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കം പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം വാസ്തവത്തിൽ അടിച്ചമർത്തലിന്റെ ഭാഗമാണോ? അതല്ല, മറിച്ച് എന്താണ്, അവരുടെ ആ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് അവർ പെൺകുട്ടികൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുക്കുന്നതിലും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിലും പിന്നിൽ നിന്നിരുന്നു. ഈ അടുത്ത കാലത്താണ് അതിനൊരു മാറ്റം വന്നത്. അതുകൊണ്ടാണ് അവർ പിന്നോക്കം പോയത്. സ്വാഭാവികമായിട്ടും SC/ST അങ്ങനെയല്ല, അതൊരു ഒപ്രസ്ഡ് കമ്മ്യൂണിറ്റി ആയിരുന്നു. അത്തരത്തിലുള്ള ഒരു ഇൻവേഷൻ നടന്ന ഒരു അധിനിവേശം നടന്ന കമ്മ്യൂണിറ്റികളായിരുന്നു. അപ്പൊ അവർക്ക് അർഹതപ്പെട്ടതാണ്. പക്ഷെ ഇവിടെ നോക്കുക, ഒരു മതത്തിന് മുഴുവനും പിന്നോക്ക സമുദായത്തിന്റെ സംവരണമുണ്ട്. ഒരു മതത്തിന് സംവരണം പാടില്ല എന്നുള്ളതാണ് ഗവൺമെന്റ് അനുശാസിച്ചിരിക്കുന്നത്.
അതിവിടെ ഉണ്ട്. അതേ സമയത്ത് ഇതിനകത്ത് വരുമ്പോഴും ആ മതത്തിന് മുഴുവനും സംവരണം കൊടുക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയും ചെയ്യും. അപ്പൊ മതത്തിന്റെ പേരിലുള്ള ഇരട്ട സംവരണം വേണമെങ്കിൽ ഈ മൈനോറിറ്റി അവകാശങ്ങളെ കൂടി നമുക്ക് ചേർത്ത് വായിക്കാം. അതൊരിക്കലും ഇരട്ട സംവരണം, ഇതും സംവരണമാണ് മറ്റൊരു സംവരണമാണെന്ന് അവർ വാദിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന രണ്ട് സംവരണങ്ങളും മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടന അനുശാസിക്കുന്നതല്ലല്ലോ. അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഇത് മൈനോറിറ്റിയുടെ എണ്ണമാണ് പ്രധാനപ്പെട്ടത്. മൈനോറിറ്റി, മുസ്ലിം മൈനോറിറ്റിയുടെ എണ്ണം കൂടുതലാണ്. അതിനെ അപേക്ഷിച്ച് ഇപ്പോൾ ഇവിടെ അമൽ സൂചിപ്പിച്ചതുപോലെ ക്രിസ്ത്യൻ മൈനോറിറ്റി 14% ബർത്ത് റേറ്റ് കുറഞ്ഞിരിക്കുകയാണ്. അടുത്ത സെൻസസ് വരുമ്പോഴത്തേക്കും ഒരു 10-12% കുറയും. അത് എന്തുകൊണ്ടാണ്? ഈ കമ്മ്യൂണിറ്റി ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന ആ ഫാമിലി പ്ലാനിംഗ് അടക്കമുള്ള കുടുംബാസൂത്രണ മാർഗങ്ങൾ കൃത്യമായി സർക്കാരിന്റെ നിയമങ്ങൾ പ്രാവർത്തികമാക്കി കൊണ്ടുവന്നതാണ് ഒരു കാരണം. അവരുടെ പിന്നോക്കാവസ്ഥയ്ക്ക് ഈ ജനനിരക്കിൽ കുറയാനുള്ള കാരണം. അപ്പൊ ആ കമ്മ്യൂണിറ്റിയെ വംശനാശത്തിന് പ്രൊട്ടക്ട് ചെയ്തെടുക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സർക്കാർ നിയമങ്ങൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാനാണ് കോടതി വിധിയിലൂടെയെങ്കിലും ശ്രമിക്കേണ്ടതെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. തീർച്ചയായും നമ്മൾ അങ്ങനെ തന്നെയാണ്. ഡോക്ടർ ജോൺസൺ തേക്കടിയിൽ, ഇവിടെ ഈ പറയുന്ന ക്രൈസ്തവ സമൂഹം, എല്ലാ ക്രൈസ്തവ സമൂഹത്തിനിടയിലും പിന്നോക്കാവസ്ഥയുടെ ദുഃഖിപ്പിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന കഥകളുണ്ട്. നമ്മുടെ മുമ്പിൽ എത്രയോ കഥകളുണ്ട്. പക്ഷേ ഈ ഒരു പിന്നോക്കാവസ്ഥയെക്കുറിച്ച് ഒരു പഠനം എത്രയോ കാലത്തിന് ഒരു അഭ്യർത്ഥനയ്ക്ക് ശേഷമാണ് അങ്ങനെ ഒരു കമ്മിറ്റിയെ, ഒരു സമിതിയൊക്കെ ഇവിടെ നിയമിച്ചത്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ ക്രൈസ്തവർ അവരുടെ ആ ന്യായമായ അവകാശങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ സർക്കാരിൻ്റെ മുന്നിൽ സമർപ്പിക്കുമ്പോൾ പോലും വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം നൽകുന്നില്ല. അമൽ സൂചിപ്പിച്ചതുപോലെ ആ റിപ്പോർട്ടുകൾ പോലും പലതും ഇവിടെ സർക്കാരിൻ്റെ പല ഉദ്യോഗസ്ഥരുടെ മേശപ്പുറത്ത് പൂഴ്ത്തി വച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇതിനുള്ള ഒറ്റ കാരണമല്ലേ ഉള്ളൂ ഫാദർ ജോൺസൺ? അതായത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം സംഘടിതമല്ല. അവരുടെ ഇടയിൽ വിവിധ സമൂഹങ്ങൾ വിശ്വാസത്തിൻ്റെ പേരിൽ, ക്രൈസ്തവ കത്തോലിക്ക സഭയിലാണെങ്കിൽ പോലും രൂപതകളുടെ പേരിൽ, ഇനി രൂപതയ്ക്കുള്ളിൽ തന്നെ വലിയ സെക്റ്റുകൾ ഉണ്ടാകുന്നു. അങ്ങനെ പല രീതിയിലുള്ള ഈ ഭിന്നിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ഐക്യമില്ലായ്മയാണല്ലോ. മാത്രമല്ല ഒരു വോട്ട് ബാങ്കായി സംഘടിതമായി ഒരു കാര്യം ആവശ്യപ്പെടാനുള്ള ഒരു ആർജവം ക്രൈസ്തവ സമൂഹത്തിൽ ഇല്ലാത്തത് കൊണ്ടല്ലേ ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കപ്പെടുകയും അത് സർക്കാരിന്റെ ശ്രദ്ധയിൽ അത് വരാതിരിക്കുകയും ചെയ്യുന്നത്? അത് രണ്ട് വിധത്തിലാണ് ഞാൻ അതിനെ കാണുന്ന ഇതിനെ. ഒന്നാമത്, ക്രൈസ്തവ സഭയില് മേലധ്യക്ഷന്മാരും അധ്യക്ഷന്മാരും തമ്മിൽ നല്ല ബന്ധങ്ങളുണ്ട്. ഇപ്പം KCC, KCBC, അതുപോലെ UCPI. അപ്പം ഇതെല്ലാം ഉന്നത തലങ്ങളിൽ ഇതിനെക്കുറിച്ച് പറയുന്നെങ്കിലും താഴെ തട്ടിലേക്ക്, സാധാരണക്കാരിലേക്ക് ഈ കാര്യങ്ങളും ഈ ആശയങ്ങളും ഈ ഒരു അഭിപ്രായ സമന്വയവും ഈ ഒരു ഐക്യവും എത്തുന്നില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അവര് എന്ത് ചെയ്യണമെന്നറിയാതെ കൺഫ്യൂസ്ഡ് ആണ്. അപ്പൊ മേലധികാരികളാകട്ടെ അവരവർക്ക് വേണ്ടുന്നതായ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുകയും അത് മാത്രം ഗ്രാബ് ചെയ്യാനായിട്ട് അതിന് വേണ്ടുന്ന, തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ചില അടവ് നയങ്ങളൊക്കെ എടുക്കുകയും ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് അതിനെ ബലിയാക്കിക്കൊണ്ട്, നേരത്തെ അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ മുട്ടനാടുകളെ ഇടിപ്പിച്ചിട്ട് അതിൽ നിന്ന് ചില ആളുകള് ചൂഷണം ചെയ്ത് വേണ്ടുന്ന വിധത്തിലുള്ള കൃത്യമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്തു. അതാണ് ഇവിടെ സംഭവിച്ചുള്ളത്. ഇപ്പൊ ഒരു ചെറിയ ഉദാഹരണം പറയാമല്ലോ. KCBCയുടെ സമുന്നതരായിട്ടുള്ള മേലധ്യക്ഷന്മാർ എല്ലാവരും തന്നെ ഐക്യമായിട്ട് ഇന്നും അവർ കൂടുന്നുണ്ട്, നാളെയും കൂടും, എല്ലാ ദിവസവും, എല്ലാ പ്രാവശ്യവും കൂടും. പക്ഷേ ശരിയായ തലത്തിൽ വിശ്വാസികളുടെ ഇടയിലേക്ക് ഇന്നതായിരിക്കണം നമ്മുടെ മോട്ടോ, ഇന്നതുപോലെ ചെയ്യണം എന്ന് കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടോ? എല്ലാവരും തമ്മിൽ ഇല്ല. KCC തമ്മില് നല്ല ബന്ധം മേലെ തട്ടിലുണ്ട്. പക്ഷേ അത് താഴെ തട്ടിലേക്ക് വരാത്തത് കൊണ്ട് വിശ്വാസികൾ തന്നെ സ്കാറ്റേഡ് ആകും. അതുകൊണ്ട് ഇത് പറ്റും, പുറമേ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ വളരെയധികം ഇവരെ ചൂഷണം ചെയ്യുകയും ചെയ്തു. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഐക്യമായിട്ട് നിൽക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചല്ലോ, മലബാറിൽ നിങ്ങൾ നോക്കി, മലബാറിലുള്ളതായ മുസ്ലിം സമൂഹം, അവരിലെ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടെങ്കിൽ പോലും അവരുടെ ഒരു കാര്യം വരട്ടെ, അവരുടെ ഒരു സമുദായത്തിന്റെ കാര്യം വരട്ടെ, അവരെല്ലാവരും ഒരു ശബ്ദമായിരിക്കും. KT ജലീലിന്റെയും അതേപോലെ തന്നെ രണ്ടത്താണിയുടെയും മറ്റുള്ള ആരുടെയൊക്കെ അവരുടെ എല്ലാ ശബ്ദം ഒരേപോലെ വരും. പാർട്ടിയുടെ പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ അല്ലേ ഫാദർ? അത്രേ ഉള്ളൂ. അതേസമയം ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മളെല്ലാം ഈ കണ്ടാൽ പോലും മിണ്ടാത്ത ഒരു രീതിയിലേക്ക് നമ്മളെ ആക്കിയിരിക്കുന്നു. അത് മാറണം. അത് മാറുന്നത് എങ്ങനെയാണ്? അവിടെയാണ് ദൈവസ്നേഹം കൊണ്ട് നമ്മൾ പൊതിയപ്പെട്ടത്. ഞാൻ തിയോളജിയിലേക്ക് പോകുന്നതിൽ ക്ഷമിക്കണം. ദൈവസ്നേഹത്തിന്റെ ആ പരിധി നമ്മൾ വിടുമ്പോഴാണ് നമ്മൾ ഈ സ്പ്ലിറ്റിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ദൈവരാജ്യം വരണമേ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ടല്ലോ, നിന്റെ രാജ്യം വരണമേ, അല്ലെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ആ ദൈവരാജ്യത്തിൽ
ലഭ്യമാകേണ്ടുന്ന നന്മകൾ, യെസ് സാമുദായികമായിട്ടുള്ള നന്മകൾ അല്ലെങ്കിൽ സാമൂഹ്യമായിട്ടുള്ള നന്മകൾ അത് ലഭ്യമാക്കാനായിട്ടുള്ള ഒരു ശബ്ദമില്ലാതെ വരുന്നു. നമുക്കൊരു നേതാവില്ലാതെ വരുന്നു. പാണക്കാട് ഒരു നേതാവുണ്ട്, പക്ഷെ നമുക്കൊരു നേതാവില്ലാതെ വരുന്നു. അതാണ് ഇവിടെ പ്രശ്നം. വളരെ ശ്രദ്ധേയമായ നിരീക്ഷണം. ശ്രീ ബാലസുബ്രഹ്മണ്യം, ഇങ്ങനത്തെ ഒരു ഐക്യമില്ലായ്മ കേരളത്തിലെ ക്രൈസ്തവരുടെ ഇടയിൽ ഉണ്ട്, അതൊരു ഫാക്റ്റാണ്, നമ്മുടെ മുമ്പിലുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു ഐക്യത്തിലേക്ക് എത്തേണ്ടത്, പ്രത്യേകിച്ച് ഈ 80-20 വിഷയമൊക്കെ ഇങ്ങനെ നമ്മുടെ ഇടയിൽ തന്നെ വലിയ ചർച്ചയായി മാറുന്ന ഈ സാഹചര്യത്തിൽ ഒന്നിച്ച് നിന്നുകൊണ്ട് ഒരു കാര്യം സർക്കാരിന് ശ്രദ്ധയിൽപ്പെടുത്താൻ പറ്റാത്തത് തീർച്ചയായിട്ടും അത് നമുക്കുണ്ടാക്കുന്ന നഷ്ടം വലുതല്ലേ? തീർച്ചയായിട്ടും ഈ ഒരു സമയത്തെങ്കിലും അത്തരത്തിലുള്ള ഐക്യത്തിലേക്ക് ഈ സമൂഹങ്ങളൊക്കെ എത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യം കൂടിയല്ലേ? തീർച്ചയായും നമ്മൾ കേരളത്തിന്റെ ആദ്യ കാലഘട്ടം മുതൽ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ രാഷ്ട്രീയ നേതൃത്വത്തിൽ ക്രൈസ്തവരുണ്ടായിട്ടുണ്ട്. അവർ വളരെ വലിയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ സിവിൽ സർവീസ് പോലുള്ള മേഖലകളിൽ അതിശക്തമായ പ്രവർത്തനങ്ങൾ ക്രൈസ്തവ പക്ഷത്ത് നിന്ന് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു സമൂഹം എന്ന നിലയ്ക്ക് തങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താനായിട്ട് ഇതുവരെ ക്രൈസ്തവ സമൂഹം തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ അസംഘടിതമായി നിലനിൽക്കുന്ന ഈ സമൂഹം അവർക്ക് കിട്ടേണ്ടത് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അവർക്ക് ന്യായമായത് പോലും ലഭിക്കാതെ അവർ ഒറ്റപ്പെട്ട് കഴിയുന്നു എന്നുള്ള പച്ചയായ യാഥാർത്ഥ്യത്തെ അവര് പലപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഈ തരത്തിലല്ലാതെ മറ്റൊരു തരത്തിൽ, അല്ലെങ്കിൽ ഇതൊരു സംഘടിത പ്രസ്ഥാനവുമായിട്ട് ഒന്നിച്ചു നിൽക്കുകയും ഇതുപോലെ ഉള്ള അല്ലെങ്കിൽ സർക്കാരുകളിൽ ഒരു സമ്മർദ്ദം ചെലുത്തുന്നതിനുള്ള ശക്തിയായി തീരുകയും ചെയ്യേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ ക്രൈസ്തവരുടെ പൊതുവായിട്ടുള്ള ഒരു ആവശ്യകതയാണ്. ഈ ചർച്ചയുടെ ഏറ്റവും അവസാനം നമുക്ക് ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ ഈ കോടതി വിധി, അതിനെ തുടർന്നുള്ള ചർച്ചകൾക്കെല്ലാം നമ്മുടെ ഏറ്റവും കുറഞ്ഞ വാക്കിൽ പ്രതികരണം അറിയിക്കാം. ഡോക്ടർ ചാക്കോ കലാമ, ഏറ്റവും അവസാനം എന്താണ് അങ്ങേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത്? സച്ചാർ കമ്മിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ പാലോളി മുഹമ്മദ് കമ്മിറ്റി ആണെങ്കിലും അതിനകത്ത് കൃത്യമായി പറഞ്ഞൊരു കാര്യമാണ്. സച്ചാർ കമ്മിറ്റിയുടെ ഫൈൻഡിങ്സ് എല്ലാ സമുദായങ്ങൾക്കും തുല്യ അവസരം, ഈക്വൽ ഓപ്പർച്യൂണിറ്റി കമ്മീഷൻ, പബ്ലിക് ബോഡീസിൽ എല്ലാ സമുദായങ്ങൾക്കും നോമിനേഷൻ പ്രൊസീജിയർ ചെയ്യുന്ന പാർട്ടിസിപ്പേഷൻ ആവശ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ മുസ്ലിം ഏത് കമ്മ്യൂണിറ്റി, മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഭൂരിഭാഗമുള്ള അല്ലെങ്കിൽ കൂടുതലുള്ള ഒരു പ്രദേശത്തെ ഒരിക്കലും SC മണ്ഡലമാക്കി മാറ്റരുത്. ഇതൊക്കെ സച്ചാർ കമ്മിറ്റിയുടെ ശുപാർശകളാണ്. മദ്രസകളിലെ ക്ലാസ്സുകൾ ഹയർ സെക്കൻഡറിയുമായിട്ട് ബന്ധിപ്പിക്കണം. അതോടൊപ്പം മദ്രസകളിലെ ഡിഗ്രികളെ റെക്കഗ്നൈസ് ചെയ്യണം. ഇതൊക്കെയാണ് അവിടെ കണ്ട ഫൈൻഡിങ്സ്. ഇതിനകത്തൊന്നും ഈ 80-20 പോലുള്ള ഒരു വിഭജനം ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. അത് പാലോളി മുഹമ്മദ് കുട്ടി തന്നെ നേരിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു സാമുദായിക ധ്രുവീകരണം അത് ക്രിയേറ്റ് ചെയ്യുമെന്ന് പറയുന്നു. അപ്പൊ അത്തരത്തിലുള്ള സാമുദായിക ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കുന്ന നിയമ സംവിധാനങ്ങളെ ഉടച്ചു വാർത്തുകൊണ്ട് കോടതി അനുശാസിക്കുന്ന നിയമനിർമ്മാണത്തിലെ പോരായ്മകളെ പരിഹരിച്ച് എല്ലാ സമുദായങ്ങൾക്കും എല്ലാ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിനും ആവശ്യമായ തുല്യ പ്രാതിനിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ട്, ആനുപാതിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് മൈനോറിറ്റി വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് പറയാനുള്ളത്. അതിന് ഒരു സമുദായത്തിനെ വിവേചിക്കേണ്ട, എല്ലാ സമുദായങ്ങളെയും പരിഗണിക്കണം. അത് മുസ്ലിം സമുദായത്തിന് അർഹതപ്പെട്ടത് അവർക്ക് കിട്ടണം, ക്രിസ്ത്യൻ സമുദായത്തിന് അർഹതപ്പെട്ടത് അവർക്ക് കിട്ടണം, മറ്റ് 4 സമുദായങ്ങൾക്കും അർഹതപ്പെട്ടത് അവർക്ക് കിട്ടണം. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഇതിനെ സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ ഒരുമിച്ച് നിന്നുള്ള ഒരു ചർച്ചകൾ വരികയും ഇത് JB കോശി കമ്മീഷന്റെ നല്ല വശങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള നിയമവ്യാഖ്യാനങ്ങളെ നേരിടുന്നതിനും കൂടി തയ്യാറായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ 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 വ്യക്തമാണ്, വളരെ കൃത്യമാണ്. ഡോക്ടർ ജോൺസൺ തേക്കടിയിൽ 2013 നാഷണൽ മൈനോറിറ്റീസ് കമ്മീഷൻ വൈസ് ചെയർമാനായിരുന്ന ഡോക്ടർ സാംഗ്ലിയാൻ അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. ക്രൈസ്തവ സമൂഹത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അവരെ മുന്നിൽ നിന്ന് നയിക്കാനായിട്ട് ഒരു നേതാവില്ല. നിങ്ങൾ പല ഡിവിഷൻസ് കിടക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ശബ്ദം പല ഇടങ്ങളിലേക്ക് ചിതറിപ്പോവുകയാണ്, ഒരുമിച്ച് ആ ശബ്ദം വരുന്നില്ല. അതാണ് ഇത്രയും കാലവും നമുക്ക് സംഭവിച്ചത്. എന്നാൽ ഇപ്പോൾ കോടതി വിധിയിലൂടെ നമുക്ക് ഒരുമിക്കുവാനുള്ള നല്ലൊരു അവസരം കിട്ടി. പക്ഷെ ഈ അവസരം ചില ആളുകൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പറയുന്നതോ പ്രചരിപ്പിക്കുന്നതോ മുസ്ലിം സമൂഹത്തോടുള്ള ഒരു പോരാട്ടമായിട്ടാണ്. അതൊരിക്കലും ശരിയല്ല. ക്രൈസ്തവ സമൂഹവും മുസ്ലിം സമൂഹവും ഇവിടെ മുൻകാലത്ത് എങ്ങനെ സൗഹാർദ്ദപൂർവ്വം ജീവിച്ചുവോ അതേ സൗഹാർദ്ദതയോടും അതേ ഐക്യത്തോടും കൂടെ ജീവിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരിക്കും.
കാരണം നമ്മൾ മതേതരത്വ ചിന്താഗതിക്കാരാണ്, ക്രൈസ്തവരാണ്. ആ മതേതരത്വ മൂല്യങ്ങൾ ക്രൈസ്തവ സമൂഹം എന്നും പാലിക്കും, അല്ലെങ്കിൽ ആ ഒരു ഇതിൽ തന്നെ നമ്മൾ മുമ്പോട്ട് പോകും എന്ന പ്രതീക്ഷ, എന്ന ചിന്ത. ഒരു കാര്യം പറയട്ടെ, ഇതൊക്കെ ചെയ്യുമ്പോഴും ഒരു കാരണവശാലും നമുക്കെതിരെ തന്ത്രപൂർവ്വമുള്ള നീക്കങ്ങൾ നടത്തരുത്. അതിനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഉദാഹരണം വളരെ 2015 അദ്ദേഹം ശ്രീ കെ ടി ജലീല് നിയമസഭയിൽ കൊണ്ടുവന്ന എയും അതറും അത് മറന്നുപോകരുത്. നമുക്കറിയാം. തീർച്ചയായും ഇങ്ങനെയുള്ള തന്ത്രങ്ങൾ ആരും ഉപയോഗിക്കരുത്. അത് ഭയങ്കര അപകടമാണ്. ആ ഒരു ജാഗ്രത നമുക്ക് ഉണ്ടാകണം. തീർച്ചയായും വ്യക്തമാണ്. ശ്രീ ബാലസുബ്രഹ്മണ്യം, ഏറ്റവും അവസാനം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ക്രൈസ്തവ സമൂഹങ്ങളുടെ ആകെ കൂടെയുള്ള ഈ അസംഘടിത സ്വഭാവത്തിന് വ്യത്യാസം വരണം. ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ നമുക്ക് അന്യരുടെ മുതല് ആഗ്രഹിക്കാൻ യാതൊരു തരത്തിലും അർഹതയില്ലെങ്കിലും അർഹപ്പെട്ടത് നേടിയെടുക്കുന്നതിനുള്ള ഒരു സാധ്യത, അത് നിയമപരമായ സാധ്യത നിലനിൽക്കുന്നു. അത് നമുക്ക് നിയമവശത്തു നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷെ ഭരണപക്ഷത്തു നിന്ന് ആ തരത്തിലുള്ള ഒരു നന്മ അല്ലെങ്കിൽ ഒരു നല്ല മുഖം നമുക്ക് ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനെ ഈ സമൂഹം ഒന്നിച്ച് മുന്നോട്ട് നീങ്ങേണ്ടത് വളരെ കാലഘട്ടത്തിന്റെ ആവശ്യം. വ്യക്തമാണ്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം 8:20 വിധിയെ ഇരു കൈകൾ നീട്ടി സ്വീകരിക്കുന്നു എന്നതാണ് ഈ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആശയം. എന്നാൽ ഏതെങ്കിലും സമൂഹത്തിന് ഈ വിഷയങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ആശങ്കകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചർച്ചകളിലൂടെ നമ്മൾ പരിഹരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം സംഘടിതമായി മുന്നോട്ട് പോകേണ്ടത്, ഒരുമിച്ച് നിന്നുകൊണ്ട് തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടേണ്ടത്, നീതി നിഷേധങ്ങൾ ചോദ്യം ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.